ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു ദിവസമാണെന്ന്, സാധാരണമായ ദിവസമാണെന്ന് പറയാം. ഓണവും ടീച്ചേഴ്സ് ഡേയും നബിദിനവും അവധിയും മഴയില്ലാത്ത അവസ്ഥ എല്ലാം കൂടി ആയപ്പോൾ വളരെ സന്തോഷമായി. കുറേ നാളായതുപോലെയൊക്കെ ഓണം ആഘോഷിച്ചിട്ട് എല്ലാ സന്തോഷകരമായൊരു അനുഭവം. അപ്പോൾ ഇന്ന് ആദ്യം നമുക്ക് ഓണത്തെക്കുറിച്ച് മനോജ് സാറിലൂടെ ഓർമ്മകളെ ഒന്ന് പുതുക്കാം. തുടർന്ന് നമുക്ക് സംസാരിക്കാം. തുടർന്ന് ഇന്ന് അധ്യാപക ദിനം കൂടിയാണ്, അപ്പോൾ അതും വളരെ പ്രാധാന്യമുള്ളൊരു ദിനമാണ്. നമ്മളെല്ലാവരും ആ ഒരു പോസ്റ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും നബിദിനത്തെക്കുറിച്ചും ഒക്കെ നമുക്കിന്ന് സംസാരിക്കാം. സോ ഹാപ്പി ഓണവുമായിട്ട് മനോജ് സാർ എത്തുന്നു. മനോജ് സാർ, വെൽക്കം. താങ്ക് യു സാർ. അപ്പോൾ എല്ലാവർക്കും ഈ മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളിങ്ങനെ ഈ ദിവസം ഈ സായം സന്ധ്യയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടാനും നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ സ്ഥിരം സുഹൃത്തുക്കളെന്നോ അല്ലെങ്കിൽ നമ്മൾ ആത്മമിത്രങ്ങളെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഓണത്തെ ഇങ്ങനെ ഒന്ന് ഓർമ്മിക്കാനും ഓണം ഒരുമിച്ചെന്നൊരു ആഘോഷം, എല്ലാ ആഘോഷമാണല്ലോ. ഇപ്പം ഉദഹന്നാൻ സാറൊക്കെ പറഞ്ഞിപ്പം ഓണത്തിന് പ്രായമൊന്നുമില്ലല്ലോ, എല്ലാവരും പ്രായമുള്ളവരും കുഞ്ഞുങ്ങളൊക്കെ അടക്കം ഒരുമിച്ച് ചേർന്നാണ് ഓണം ആഘോഷം. അതാണല്ലോ ഓണം. അപ്പം ഈ വർഷം ഇങ്ങനെ ഒരു തരത്തിലൊരു കൂടി ഓണം ആഘോഷിക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പേരിൽ ചെറിയ ഒരു വീഡിയോ മാത്രം ഞാൻ പ്രസന്റ് ചെയ്യുന്നു, കുറേ പാട്ടുകൾ ചേർത്ത ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ അയറക്കാൻ വേണ്ടിയിട്ടുള്ള. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണ ആശംസകളും നേരുന്നു. മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി വേമ്പനാട്ട് കായലിന്ന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്ന് മയിലാട്ടം, കുഴലൂതും കാറ്റേ കുളിപോരും കാറ്റേ കൂടെ വാ കൂടെ വാ കൂടെ തുഴയാൻ. അപ്പോൾ ഇതൊരു സബു സാറ് എൻ്റെ വകയായിട്ടുള്ള ഒരു ട്രിബ്യൂട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൽ ഈ ഓണാശംസകളും നേർന്നുകൊണ്ട് ഓവർ ടു സബു സാർ. താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഓണം തുടങ്ങി എല്ലാത്തിലും ടച്ച് ചെയ്തങ്ങ് പോകാം. അടുത്തായി ഓമന ടീച്ചറിൻ്റെ ഒരു അധ്യാപക ദിനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ സന്ദേശം കൂടെ കേട്ടിട്ട് എല്ലാവർക്കും അവരവരുടെ മനസ്സിലെ ഓർമ്മകളൊക്കെ പുറത്താക്കാം. ഓക്കെ, ഓമന ടീച്ചർ. താങ്ക് യു സാർ. അധ്യാപക ദിനം ഇന്ന് ഈ 3 ദിനങ്ങളും കൂടി ഒരുമിച്ച് വന്നത് ഭയങ്കര ഒരു സന്തോഷകരമായ അവസ്ഥയാണ്. കാരണം നബിദിനം നമുക്ക് കരുണയുടെ പ്രതീകമായി കാണാം. ഓണം സമൃദ്ധിയും സമത്വവും ഓർക്കുന്ന ദിവസമാണ്. സ്നേഹം, ഐക്യം, സന്തോഷം, കുടുംബവും സമൂഹവും ഒന്നാകുന്ന ഒരു ഉത്സവമാണ് ഓണം. അധ്യാപക ദിനം വിദ്യയുടെ വെളിച്ചം പകരുന്ന ഗുരുക്കന്മാർക്ക് നന്ദി പറയുന്ന ദിവസമാണ്. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു എന്ന സത്യം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് അധ്യാപക ദിനം. അപ്പം നബിദിനം കരുണ, ഓണം ഐക്യം, അധ്യാപക ദിനം വിദ്യ. കരുണയുള്ള ഹൃദയം, ഐക്യമുള്ള സമൂഹം, വിജ്ഞാനമുള്ള തലമുറ. ഇന്നത്തെ സന്ദേശം അതാണ്. നമുക്ക് ഇപ്പം എന്ത് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരു നല്ലതല്ലാത്ത നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ അജ്ഞതയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു വിജ്ഞാനമാണ് മനുഷ്യന് ഏറ്റവും ആവശ്യം. അജ്ഞത വരുമ്പോഴാണ്, അറിവില്ലായ്മ കൊണ്ടാണ് തെറ്റുകൾ ചെയ്തു പോകുന്നതെന്നാണ് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുള്ളത്. വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്ന അറിവിൻ്റെ വിത്താണ്
ഗുരുവിന്റെ യഥാർത്ഥ സ്മാരകം. ഗുരുവില്ലാത്ത ജീവിതം ഇരുട്ടാണ്. ഗുരുവിനോടുള്ള ആദരം പ്രകാശമാണ്. ഗുരുവിനെ കണ്ടാൽ ദൈവത്തെ കണ്ടെന്ന് പറയാം. വിജ്ഞാനം ദൈവത്തിന്റെ പ്രതീകമാണ്. പുസ്തകങ്ങൾ വഴി അറിവ് കിട്ടും. പക്ഷേ പുസ്തകത്തിനുള്ള ജീവൻ നൽകുന്നത് ഗുരുവാണ്. ഗുരു വിദ്യയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. നടക്കേണ്ടത് വിദ്യാർത്ഥിയാണ്. എന്നാൽ ആദ്യം വാതിൽ തുറക്കുന്ന കൈ ഗുരുവിൻ്റെതാണ്. ഗുരു ജീവിക്കാൻ പഠിപ്പിക്കുന്നവനാണ്, തൊഴിൽ നേടാൻ മാത്രം പഠിപ്പിക്കുന്നവനല്ല. ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് തൊഴിൽ മാത്രമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പിള്ളേരോട് ഏറ്റവും വലിയ ജോലി വാങ്ങാനും കൂടിയ ജോലി വാങ്ങാനും കൂടുതൽ ശമ്പളം വാങ്ങാനും അപ്പുറത്തെ വീട്ടിലെ രാജുമോനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങാനും കൂടുതൽ നല്ല ജോലി വാങ്ങാനും ഇവിടെ എങ്ങും നിൽക്കരുത്, അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ പോകുക, ഇവിടെ നിന്നാൽ ജീവിക്കാൻ പറ്റുമെങ്കിലും അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ആകുമ്പോൾ എൻ്റെ പിള്ളേർ ഈ നാട്ടിൽ കൂടെ നടക്കുന്നത് വളരെ ചീപ്പായിട്ട് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗുരു ജീവിക്കാൻ പഠിപ്പിക്കുന്നവനാണ്, തൊഴിൽ നേടാൻ മാത്രം പഠിപ്പിക്കുന്നവനല്ല. അറിവും മൂല്യങ്ങളും ചേർത്ത് മനുഷ്യനെ നിർമ്മിക്കുന്ന ശില്പിയാണ് അധ്യാപകൻ. വിജ്ഞാനം മാത്രമല്ല, മനുഷ്യത്വം പഠിപ്പിക്കുന്ന, മനുഷ്യനായി ജീവിക്കാൻ വേണ്ട മൂല്യങ്ങളും ഗുരു നമുക്ക് തരുന്നു. ഗുരുവിന്റെ സഹനവും സ്നേഹവും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാകും. അറിവ് തേടുക, വിനയം പാലിക്കുക, ഗുരുവിനെ ആദരിക്കുക. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അറിവ് വിതയ്ക്കുന്ന കർഷകനാണ്. അധ്യാപകൻ ഒരിക്കലും പുസ്തകങ്ങൾ മാത്രം പഠിപ്പിക്കുന്നില്ല, പകരം ജീവിതം തന്നെ പഠിപ്പിക്കുന്നു. വിദ്യയുടെ വഴിയിൽ ഗുരു കാണിച്ച ഒരു പടി പോലും വിദ്യാർത്ഥിയെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു അധ്യാപകൻ ഒരാളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കുന്നു. അധ്യാപകൻ ഇല്ലെങ്കിൽ വിദ്യാർത്ഥിയില്ല, വിദ്യാർത്ഥി ഇല്ലെങ്കിൽ ഭാവിയില്ല. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് അധ്യാപകൻ എന്തെങ്കിലും ഒരു തിരുത്തൽ കൊടുത്താൽ ഉടനെ അധ്യാപകന്റെ പേരിൽ പീഡനക്കേസും അങ്ങനത്തെയൊക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എത്രത്തോളം നമുക്ക് മൂല്യച്യുതി സംഭവിച്ചു, ഇതിനൊക്കെ ശരിക്കും രക്ഷിതാക്കളും സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് അറിവുകേടാണ്. അറിവുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യല. ഒരു തെറ്റായ കാര്യത്തിന് ആരും മുതിർന്നവരും കൂട്ടു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. മൂല്യങ്ങളും കരുണയുമാണ് അധ്യാപകൻ പഠിപ്പിക്കുന്നത്. അത് ഇപ്പം നമുക്ക് അപൂർവമായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അധ്യാപകരുടെ പേരുകൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോകാൻ പറ്റിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച അധ്യാപകരെ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും എല്ലാ അധ്യാപകരും. അത് ഒരു അധ്യാപകരോടുള്ള എന്താ പറയാ, ആ ബഹുമാനം തന്നെയാണോ എന്നെ ഇപ്പൊ ഞാനായിട്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു വഴക്ക് കിട്ടുമോ, എന്തെങ്കിലും ചെയ്താൽ നമ്മളത് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അറിയാതിരിക്കാനാണ് ആദ്യം നോക്കുക. വീട്ടിൽ അറിഞ്ഞാൽ ഒരെണ്ണം അവിടുന്ന് കിട്ടും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കുട്ടികളെ തൊടാൻ പറ്റില്ലല്ലോ, തൊടാനേ പറ്റില്ല. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ രണ്ടാമത്തെ മാതാപിതാവാണ്. ഗുരുവിന്റെ പ്രചോദനം ഒരാളുടെ ഭാവി രൂപപ്പെടുത്തുന്നു. അപ്പൊ അധ്യാപകന്റെ ഒരു ശാപം മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വിചാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു നല്ല അധ്യാപകൻ ഒരു മെഴുകുതിരിയാണെന്ന് പറയാറുണ്ട്. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവൻ. അധ്യാപകന് ഗുരുവിനെ ആദരിക്കാനും നന്ദി പറയാനും പഠിപ്പിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു മുഖമാണിത്. വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. കോട്ടയത്താണ്, താഴത്തങ്ങാടി നബിദിനാശംസകളുടെ മുൻപിൽ തന്നെ നമ്മുടെ മാവേലി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് വരുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വേണം നമുക്ക് കാണാൻ. ഓക്കെ, ഇനി ആരാണ് പറയുന്നത്? ഒത്തിരി നാളായല്ലോ ജ്യോതികുമാർ സാർ, ഒന്ന് പറഞ്ഞേ. മാവേലിയെ പോലെ വരുന്ന ആളെ അത്ര വിടാൻ പറ്റും? സോറി, പല തിരക്കും കൊണ്ട് കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, എന്തായാലും സാബു സാർ അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ നേരുകയാണ്. മതസൗഹാർദ്ദത്തിനെ പറ്റിയൊക്കെ നമ്മളെ മാഡം പറഞ്ഞു. മാഡം അതിഗംഭീരമായിട്ട് തന്നെ സംസാരിച്ചു കേട്ടോ. കുറച്ച് സമയത്തേക്ക് വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല ഇൻസൈറ്റ് ഉണ്ടാവുന്ന കുറേ നല്ല സംസാരമാണ് ഇത്രയും നേരം ഞാൻ കേട്ടത്. സ്വല്പം ലേറ്റ് ആയിപ്പോയി ഞാൻ. അതിൽ
മാഡം അത് പറയുമ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ടീച്ചറെ ആദരിച്ചു. ഇവിടെ ഒരു രാമകൃഷ്ണൻ സാറുണ്ട്, അദ്ദേഹത്തിനെ ആദരിച്ചു ഞങ്ങൾ കാലത്ത് റോട്ടറി പോയിട്ട് ആദരിച്ചു. അപ്പോൾ ആ ആദരവിൽ അദ്ദേഹത്തിന് ഇന്ന് 80 വയസ്സായി. ഇപ്പോഴും ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. ബേസിക്കലി ഈസ് എ ഹിന്ദി ടീച്ചർ, പക്ഷേ മാത്സിന്റെ ആളായിട്ടാണ് അറിയപ്പെടുക. ഇവിടെയുള്ള മുഴുവൻ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസാണ് വടകരയിൽ. അത്രക്ക് ഫേമസ് ആയ രാമകൃഷ്ണൻ സാർ ഗംഭീരനാണ്. രാമകൃഷ്ണൻ സാർ പയ്യന്നൂരല്ലേ സാർ, കരിവള്ളൂര്? അതല്ല, ഇദ്ദേഹം വടകരക്കാരനാണ്. ഞാൻ പേടിച്ചു. ഇദ്ദേഹം എന്റെ വട- അധ്യാപകനാ, എന്റെ അധ്യാപകനാ. അതെയോ? അല്ല, ഇദ്ദേഹം വടകരയാണ്. അപ്പോ ഞാൻ എന്താ പറഞ്ഞത്, ഇന്ന് മാഡം ഇപ്പൊ പറഞ്ഞില്ലേ, ഗുരു രക്ഷിതാവാണ്, രണ്ടാമത്തെ രക്ഷിതാവല്ലേ ഗുരു. അതെ, ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാൻ അവസരം കിട്ടിയോണ്ടും കുറേ പേരൻസ് ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. നൈബേഴ്സും അവിടെ ഒരു എന്താ പറയുക, ഞങ്ങളെ പ്രോഗ്രാം ആണെങ്കിലും റെസിഡൻസ് അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം പോലെ അതിന് മാറ്റിക്കഴിഞ്ഞു. അവരുടെ കുട്ടികളും കുറേ പേരൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു അവസരം. ഇപ്പം മാഡം പറഞ്ഞപ്പോൾ, മാഡം ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ മാഡത്തിന് മനസ്സിനൊരു സുഖം കിട്ടിയില്ലേ? ഒന്നിലെ കുറച്ചു പേരോടെങ്കിലും നമ്മൾ ആ ആശയം പറയാൻ സാധിച്ചു. അതുപോലെ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു. കാരണം ഇന്നത്തെ കുട്ടികൾ ചീത്തയായിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രധാന കാരണം പേരൻസ് ആണ്, കുട്ടികളല്ല. കാരണം ടീച്ചേഴ്സിന് കൊടുക്കേണ്ട മതിപ്പ് അച്ഛനും അമ്മയും ഇന്ന് കൊടുക്കുന്നില്ല. വീട്ടിലിരുന്ന് ടീച്ചേഴ്സിനെ എല്ലാം രാഷ്ട്രീയവൽക്കരിച്ചു. നോക്കൂ, ഒരു പ്രിൻസിപ്പൾ ജീവിച്ചിരിക്കുമ്പോൾ, ഇന്ന് ഞാൻ പറഞ്ഞതാ, ഒരു പ്രിൻസിപ്പൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചരമം എന്താ, അവർക്ക് കുഴിമാടം തോണ്ടി എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, ഒരു റീത്ത് സമർപ്പിച്ചു. അത് കുട്ടികൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ആ പാർട്ടിയുടെ തലമുതിർന്ന ആളുകളോ, അവരും പേരൻസ് ആണല്ലോ, അതുപോലെ തന്നെ ചെയ്ത കുട്ടിയുടെ അച്ഛനമ്മയോ ഇത് ശരിയല്ല, അതിനൊക്കെ വേറെ മാർഗങ്ങളുണ്ട്, ഇതല്ല എന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായോ? അതിനെയൊക്കെ എന്തൊക്കെയാ ന്യായീകരണങ്ങൾ വന്നത്? ഇത്തരത്തിൽ അധപ്പതിച്ചു പോയില്ലേ നമ്മളെ പേരൻസ്? അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം, കുട്ടികളല്ല, നമ്മളാണ്. വീട്ടിലിരുന്ന് എങ്ങനെ പഠിപ്പിക്കുന്നോ, ഗുരു ഒരു രണ്ടാമത്തെ രക്ഷിതാവാ. എന്റെയൊക്കെ കൈയിന്റെ ഇവിടെ ഇതാ ഇപ്പോഴും ഞാൻ കാണിക്കാം, ഇതവിടെ ഒരു അടയാളമുണ്ട്. ഇത് നമ്മുടെ ശങ്കരൻ മാഷ് പിടിച്ചു തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യം. ശങ്കരൻ മാഷ് പിടിച്ചു തിരിച്ചതിന് കല ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് 5ാം ക്ലാസ് വരെ എന്നെ അമ്മയാ കുളിപ്പിക്കുക. അപ്പോ അയ്യോ തൊടലേ, എന്താ പറ്റി? അപ്പൊ അല്ലല്ല, ഇത് ശങ്കരൻ മാഷ് തന്നതാ. ഉം, വേണുഗോപാൽ സർ കേൾക്കുന്നുണ്ടല്ലേ? ശങ്കരൻ മാഷ് തന്നതാണ്. അപ്പോ അമ്മ പറയാ, എന്നോടെല്ലാം പറയാ, അത് ശരി, ഓ നീയൊക്കെ കളിക്കാനല്ലേ സ്കൂളിൽ പോകുന്നത്, പഠിക്കാനല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാ, അടുത്ത കൈയും അതുപോലെ പണ്ടൊക്കെ ട്രൗസറാ, അടി വെച്ച് തരാൻ ഞാൻ പറയാന്നാ പറയാ. കാരണം അവർക്കറിയാം, അധ്യാപകർ എന്ന് പറഞ്ഞാൽ മേഡം പറഞ്ഞ പോലെ രക്ഷിതാക്കളാ. അവര് വെറുതെ ഒരിക്കലും ഒരാളെയും ചെയ്യില്ല. ഒന്നുകിൽ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, ക്ലാസ്സിൽ അലമ്പുണ്ടാക്കുന്നു. ഇതുകൊണ്ടാ ആ ഒരു വിശ്വാസവും ആ ഒരു ബന്ധവും ആ ഒരു റെസ്പെക്റ്റും ഇന്നും നമുക്കതല്ലേ തോന്നുന്നു. ഈ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാ? നമ്മളുടെ പേരൻസ് മോശമായതുകൊണ്ട്. എന്തായാലും ഈ ഒരു അവസരം കിട്ടിയപ്പോ അതും കൂടി പറയാനൊരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ സംതൃപ്തനായി എന്ന് പറയാം. ഇന്നത്തെ ഈ ക്ലാസ് കയറിയത് സത്യം, നമ്മളാണ് ഉത്തരവാദികൾ. ഇന്നത്തെ കുട്ടികൾ ഇത്തരത്തിലായി പോയിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. താങ്ക് യു സാബു സാർ, മാഡം, താങ്ക് യു. താങ്ക് യു സാർ. മനോജ് സാർ എന്തെങ്കിലും പറയുന്നോ? കണ്ടിന്യൂ ചെയ്യുന്നോ? സാറേ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു 3 പ്രത്യേകതയുള്ള ഈ ഈ എല്ലാവരും കൂടെ ചേർന്ന ഈ ദിവസത്തില് ഇങ്ങനെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മകളിലൂടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നബിദിനവും വന്നു, അധ്യാപക ദിനമായിരുന്നു, തിരുവോണം നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അധ്യാപക ദിനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനും അധ്യാപകനായിരുന്നു, മലയാളം അധ്യാപകനായിരുന്നു. അപ്പം അധ്യാപകർക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെയൊക്കെയുള്ള കാലത്ത് അധ്യാപകർ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ഇപ്പം ഓമന ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ അച്ഛനും അമ്മയും കഴിഞ്ഞ മാതാപിതാക്കൾ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഗുരുവിന് നമ്മളെ പഠിപ്പിച്ച അധ്യാപകർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അധ്യാപകർക്കുള്ള അന്നത്തെ കാലത്ത് അധ്യാപകരോടുള്ള ബഹുമാനം, സമൂഹം തന്നെ അധ്യാപകരോടുള്ള അവരുടെ നിലപാട് പ്രത്യേകിച്ച് ബഹുമാന പുരസ്കാരമാണ്. നമ്മളൊക്കെ ആ കാലത്ത് മുണ്ടൊക്കെ എടുത്ത് നടക്കുകയാണെങ്കിൽ സാർമാരെ കാണുമ്പോൾ ആ ബഹുമാനപൂർവ്വം മുണ്ട് അഴിച്ചിടുക. അപ്പോൾ ആ ഒരു ബഹുമാനമൊക്കെ അധ്യാപകർക്ക് കിട്ടിയിരുന്നു. ഇപ്പം രവികുമാർ സാർ പറഞ്ഞ പോലെ ഇന്ന് അതൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നാറുണ്ട്. അപ്പം ഇപ്പം നമ്മളൊക്കെ അധ്യാപകരുടെ മക്കൾക്ക് പോലും ഒരു നാട്ടിലൊരു നല്ല സ്ഥാനമാണ്. ഇപ്പം എൻ്റെ അച്ഛനെ മുൻഷി സാർ എന്നായിരുന്നു, അച്ഛൻ മലയാള അധ്യാപകനായിരുന്നു. അപ്പോൾ മുൻഷി സാറിൻ്റെ മക്കളെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലും നമ്മളൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിലും അറിയപ്പെടുന്നത്. അപ്പം അധ്യാപകർ സമൂഹത്തിൽ കൊടുത്ത അവരുടെ
എന്താണ് അവരുടെ എല്ലാ കാര്യങ്ങളൊക്കെ അധ്യാപകർ സമൂഹത്തിന് നൽകുന്ന വിദ്യാർത്ഥിയെ പഠിപ്പിക്കുക മാത്രമല്ല പലതരത്തിൽ ഇപ്പം സാർ പറഞ്ഞ് ഹിന്ദി ടീച്ചർ കണക്ക് പഠിപ്പിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ വളരെ വിരോധാഭാസമായിട്ട് തോന്നുമെങ്കിലും അപ്പോൾ അതൊക്കെയാണ് അധ്യാപകർക്കുള്ള പ്രത്യേകത. അവരെല്ലാ തരത്തിലും ആൾക്കാരെ നേരെ ആക്കുക, സമൂഹത്തിന് തന്നെ ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുന്നത് പോലും അധ്യാപകരിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു നല്ല ദിവസത്തെ അധ്യാപകരെ ഓർക്കാനും നബിദിന ആശംസകൾ എല്ലാം കൂടെ ചേർന്നുള്ള എൻ്റെ ആശംസകൾ മാത്രം ഈ പ്ലാറ്റ്ഫോമിൽ അറിയിക്കുക. വളരെ സന്തോഷമാണ്. താങ്ക് യു. ഓക്കെ, വെള്ളാനന്ദൻ സാർ. ശ്രീമാരി മാം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു. ശ്രീമാരി മാം പറഞ്ഞു. താങ്ക് യു സർ. ഗുഡ് ഈവനിങ്. ഇന്ന് തിരുവോണം, 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നേക്കാണ്. നബിദിനം, അധ്യാപക ദിനം. അധ്യാപക ദിനത്തെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയുവാനുള്ളത് ഓണത്തെ പറ്റിയാണ്, ഓണവിശേഷത്തെ പറ്റിയാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. കർക്കിടകത്തിന്റെ പഞ്ഞമാസം കഴിഞ്ഞ് സമൃദ്ധിയുടെ ശ്രാവണ മാസത്തിലാണല്ലോ ഓണം ആഘോഷിക്കുന്നത്. ശ്രാവണമായി അതിനുശേഷം അത് ആവണമാവുകയും പിന്നെ അതിൽ നിന്നും ഓണമാവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഓണം എന്ന് പറയുന്നത് വിളവെടുപ്പിന്റെ ഉത്സവമാണ്. അത് കൂടാതെ വ്യാപാരത്തിന്റെ ഉത്സവമായും കണക്കാക്കപ്പെടുന്നു. മാനം തെളിയുമ്പോൾ അയൽപക്കത്തെ നാട്ടുകാർ കപ്പലിൽ എത്തുകയും സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുമായിരുന്നത്രേ. അപ്പോൾ അവർ പകരത്തിന് നമുക്ക് പൊന്നും പണവും തരും. അതുകൊണ്ടാണ് പൊന്നിൻ ചിങ്ങമെന്നും പൊന്നോണമെന്നും ഒല്ല പേര് വന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഓണത്തിന്റെ ചരിത്രത്തെ പറ്റി നോക്കുകയാണെങ്കിൽ BC 2-ാം ശതകത്തിൽ സംഘകാല കൃതികളിൽ പോലും ഓണത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. മധുരയിൽ പണ്ട് ഓണം ആഘോഷിച്ചിരുന്നു എന്നാണ് അതിൽ എഴുതി വച്ചിട്ടുള്ളത്. പക്ഷേ ഉത്സവമല്ല എന്നാണ്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വന്നെത്തിയവർ കൊണ്ടുവന്ന ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ഓണം. അപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. പിന്നെ മഹാബലി ആരാണ്? എന്താണ് ഐതിഹ്യം? എന്താണ് ചരിത്രം? ഇതൊക്കെ നാം ഒന്ന് മനസ്സിലാക്കണം. ഐതിഹ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവീകവും മാനുഷികവും ആയ കെട്ടുകഥകളുടെയും ഭാവനകളുടെയും സങ്കല്പത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാം നിർവചിച്ചു വച്ചിരിക്കുന്നതാണ് ഐതിഹ്യം. അതിന് ആധികാരികമായ തെളിവുകൾ വേണമെന്നില്ല. പക്ഷെ വാമൊഴിയായിട്ടാണ് കൈമാറ്റം ചെയ്യുന്നത്. ചരിത്രത്തെ പറ്റി പറയാം. കഴിഞ്ഞ കാലത്ത് നടന്ന യഥാർത്ഥ സംഭവങ്ങളെ, യഥാർത്ഥ മനുഷ്യരുടെ കാര്യങ്ങളെ എല്ലാം ആധികാരികമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിർവചിച്ചു വെക്കുന്നതാണ് ചരിത്രം. മഹാബലിയുടെ കാര്യം എന്താണ്? മഹാബലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഐതിഹ്യമാണ്. ചരിത്രത്തിന്റെ താളുകളിലൊന്നും മഹാബലിയെ പറ്റി കാണാൻ കഴിയുകയില്ല. മതങ്ങളുടെ ഐതിഹ്യങ്ങളിൽ മഹാബലിയെ കടന്നു വരുന്നു. ഹിന്ദു മതത്തിന്റെ മാത്രമല്ല, ജൈനമതത്തിലും ബുദ്ധമതത്തിലും എല്ലാം തന്നെ മഹാബലിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. നമുക്കിപ്പോ ഐതിഹ്യങ്ങളിലെ മഹാബലിയെ പറ്റി നോക്കാം. ഭാഗവതം ഭാഗവതത്തിൽ സ്കന്ദപുരാണത്തിൽ മഹാബലിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. മഹാബലി എന്ന വാക്കിനർത്ഥം മഹാത്യാഗി എന്നാണ്. വിഷ്ണു പുരാണത്തിൽ പറയുന്നു ഹിരണ്യകശുവിന്റെ പൗത്രൻ. ഹിരണ്യകശുവിന്റെ പുത്രൻ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനന്റെ പുത്രനാണ് മഹാബലി. പ്രഹ്ലാദനെ പോലെ മഹാബലിയും ഭയങ്കര വിഷ്ണു ഭക്തനായിരുന്നു. ഹിന്ദു മിത്തോളജിയിൽ പറയുന്നത് മഹാബലിക്ക് മരണമില്ല, ചിരഞ്ജീവിയാണ്, ജനഹിതനായ ഉദാരമതിയായ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു നല്ല മഹാരാജാവാണ് മഹാബലി. ജനങ്ങൾ മാവേലി നാണു വാണിയിടും കാലം എന്ന പാട്ടിൽ പറയുന്നത് പോലെ എല്ലാവരും അരോഗ ദൃഢഗാത്രരായിരുന്നു, സത്യസന്ധരായിരുന്നു, എല്ലാവരും വളരെയധികം സന്തുഷ്ടരായിരുന്നു, ആമോദത്തോടെ വസിക്കും കാലം എന്ന് പറഞ്ഞല്ലോ. ഐതിഹ്യങ്ങളിൽ കേരളം ഭരിച്ചിരുന്ന മഹാബലി ഇല്ല. പക്ഷെ പുതിയ കഥകളിലാണെങ്കിൽ കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന് കാണുന്നുണ്ട്. ശക്തനായ ചക്രവർത്തി ആയിരുന്നു, അത്ര അമരനായിരുന്നു. ചിരഞ്ജീവി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ജനിമൃതികൾ ഇല്ലാത്ത ആളാണ്, കൊല്ലാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ സ്വർഗലോകത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഭരിച്ചിരുന്നത്. ഇത് കണ്ട് ദേവേന്ദ്രൻ
ദേവലോകത്തുള്ളവരും എല്ലാം ഭയന്ന് വിറച്ചു. അമ്മേ, എല്ലാം ദേവലോകവും അപഹരിച്ചു കൊണ്ടുപോകും, തട്ടിക്കൊണ്ടുപോകും എന്നുള്ള ഭയം അവർക്കുണ്ടാവുകയും കൂടാതെ ഈ മഹാബലി ആയിടെ ഒരു യാഗം നടത്തുകയുണ്ടായി. യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗം നടന്നായാലും സ്വർഗലോകം നമുക്ക് നഷ്ടപ്പെടും. എല്ലാരും ഭയന്നു. ഉടനെ തന്നെ അവർ മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം മഹാബലി വിഷ്ണുഭക്തനാണ്. അങ്ങനെയാണ് കഥ എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ള കഥ മഹാവിഷ്ണു വാമനാവതാരം പൂണ്ട് യാഗശാലയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ബ്രാഹ്മണ ബാലനായി ആണ് പോകുന്നത്. ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ അവിടെ പോയി ദാനം ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വ്യവസ്ഥയില്ല അന്ന്. അങ്ങനെ ദാനം നൽകാം എന്ന് മഹാബലി വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ ഗുരുവായ ശുക്രമുനിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ മഹാബലി സത്യം വാഗ്ദാനം നൽകി. വാഗ്ദാനം നൽകിയ ഉടൻ തന്നെ മാലൻ 3 അടി മണ്ണ് ചോദിക്കുന്നു. 3 അടി മണ്ണ് പാതാളവും സ്വർഗവും ഭൂമിയും എല്ലാം അളന്നു തീർത്തു. 3-ാമത്തെ അടിക്കില്ല, സ്ഥലമില്ല. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആര്? മഹാബലി മനസ്സിലാക്കി, ഓ ഇത് മഹാവിഷ്ണുവാണ് ബ്രാഹ്മണനായി വാമനനായി എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് 3-ാമത്തെ അടി തല താഴ്ത്തി കൊടുത്തു ഭക്തനായ മഹാബലി. വിഷ്ണു പുരാണത്തിൽ പറയപ്പെടുന്നത് പാതാളത്തിലേക്കല്ല, സുതലം എന്ന സ്വർഗരാജ്യത്തിലേക്കാണ് ദേവന്മാർ പോലും കൊതിക്കുന്ന ആ പ്രദേശം. അവിടെയാണ് മഹാബലിയെ പറഞ്ഞയച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയും ഒരു കഥയുണ്ട്. മറ്റേ പുരാണം ആധുനിക കഥയിൽ ഇപ്പോഴത്തെ പുസ്തകങ്ങളിലൊക്കെയാണ് മഹാബലിയെ അവസാനം പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി. അപ്പോ ചോദിക്കുകയാണ്, എൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ ചിങ്ങമാസത്തിൽ തിരുവോണ നാളിൽ വരണം, വന്ന് കാണാൻ ആഗ്രഹിക്കുകയും മഹാബലിക്ക് ആ ആഗ്രഹം വാമനൻ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് നാം എല്ലാവരും ഇന്ന് ആമോദത്തോടെ ഓണം ആഘോഷിക്കുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബോണസ് ഉദ്യോഗമുള്ളവർക്കെല്ലാം സമ്പത്തും സർക്കാർ തരുന്നുണ്ട്. എല്ലാവർക്കും സാധുക്കൾക്കും സകലമാന ജനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും കിട്ടുന്നത് നാം ഈ ഉത്സവം സന്തോഷമായി കൊണ്ടാടാനുള്ള ഇടം ഉണ്ടാകുന്നത് ഇങ്ങനെ 2-ാമത്തെ കഥയാണ്. താങ്ക് യു. എന്നെ കേട്ടിരുന്നതിന് ഏവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും മനോഹരമായ ഒരു വിവരണമായിരുന്നു. നമ്മൾ മഹാബലി പോയി, പാതാളത്തിൽ പോയി, പാതാളം അല്ല, മറ്റൊരു സ്ഥലത്തേക്ക് പോയി തോന്നല്ലേ, എല്ലാം നമുക്കൊന്നും കൂടെ മനസ്സിലാക്കി. സുതലം എന്ന് പറയുന്നത് അത് സ്വർഗരാജ്യത്തെക്കാളും മനോഹരം എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പാതാളം എന്നൊക്കെ പറഞ്ഞ് കുശുമ്പിന് പറയുന്നതാ പാതാളം എന്നല്ലേ. വലയനാൻ സാർ പറയും. സാർ, ഇന്നത്തെ ഈ 3 ദിവസങ്ങളുടെയും മംഗളങ്ങൾ നേരുകയാണ്. ഓണം നമ്മുടെ കൺമുമ്പിലുണ്ട്, നമ്മളത് ആസ്വദിച്ച് കഴിഞ്ഞു. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ അധ്യാപക ദിനത്തിലെ സങ്കടങ്ങളെ കുറിച്ചാണ് 2 വാക്കുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അധ്യാപകൻ നമ്മുടെ കാണപ്പെട്ട ദൈവമാണ്, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമാണ്. ഒരു വെളിപ്പാട് അകലെ എപ്പോഴും അധ്യാപകനുണ്ട്. മാർഗനിർദ്ദേശം നൽകുന്നവനാണ്, അപകടത്തിൽ രക്ഷിക്കുന്നവനാണ്. ഇതൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും അനുഭവിച്ചും വന്നൊരു തലമുറ നമുക്കുണ്ട്. ആ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഞാനും നിങ്ങളും, മോമൻ ടീച്ചറും എല്ലാവരും. ജ്യോതികുമാർ സാർ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധം പറഞ്ഞ് ഞാൻ നിർത്താം. സാർ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. 1975 PG കഴിഞ്ഞ് പുറത്തു വരുന്ന ആ 5 വർഷം ഏറ്റവും ശക്തമായ 5 വർഷമായിരുന്നു. കലാലയ ജീവിതത്തിൽ അഭിമാനിക്കാവുന്ന അത്രയും അധ്യാപക കൂട്ടുകെട്ട് ഞങ്ങളിൽ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനും ഏത് സംശയത്തിനും
ഇന്ന സാറിൻ്റെ അടുത്ത് പോയാൽ മതി, ഇന്ന ടീച്ചറുടെ അടുത്ത് പോയാൽ മതി. നമ്മളെ സഹായിച്ചിരുന്നവരാണ്, നമുക്ക് അറിവും തിരിച്ചറിവും പകർന്നു തന്നവരാണ്. നമ്മൾ കുസൃതികളായിരുന്നു, അല്ലെന്ന് പറയുന്നില്ല. മിടുക്കന്മാരും കുസൃതികളും ഒന്നിച്ചു ചേരുകയാണ്. അവരുടെ മിടുക്കിന്റെ മുൻപില് നമ്മുടെ കുസൃതിയെ അവർ താലോലിക്കുക വരെ ചെയ്തിട്ടുണ്ട്. എനിക്കൊക്കെ ധാരാളം അനുഭവമുണ്ട്. ഈ ഇരിക്കുന്ന ഞാനല്ല എൻ്റെ കോളേജ് ലൈഫിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു അധ്യാപകന്റെയും ശാപം വാങ്ങിക്കെട്ടാനുള്ള പ്രവർത്തനങ്ങൾ, ഞങ്ങളൊരു 10-25 പേരുണ്ട്, എല്ലായിടത്തും കയറി ഇറങ്ങുന്നവരാ. ഞാനിത് നീട്ടി പറയാനുള്ള കാരണം, വിക്ടോറിയ കോളേജിൽ അടുത്ത കാലത്ത് നടന്ന കണ്ണീരണിയിക്കുന്ന ആ ഒരു കഥ ജ്യോതികുമാർ സാർ പറഞ്ഞു. അവിടുത്തെ പ്രിൻസിപ്പൽ വളരെ ശക്തിയായ ഒരു വനിതയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം ധോണിയിൽ തന്നെയാണ് അവർ താമസിച്ചു കൊണ്ടിരുന്നത്. അവർക്കെതിരെ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു. ഗൂഢാലോചന എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല, അവിടുത്തെ അധ്യാപകരും അതിൽ പങ്കാളികളായിരുന്നു. കാരണം അവർ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു അധ്യാപികയുടെ, ഒരു പ്രിൻസിപ്പളിന്റെ എല്ലാം അവർ കൃത്യമായി കൊണ്ടു നടന്നിരുന്നു. അതിലാണ് അലസ്വരം. ക്ലാസ് കട്ട് ചെയ്ത, ക്ലാസ്സിൽ വരാത്ത അധ്യാപകരെ പോലും നേരിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ നടത്തിയിരുന്ന അവർക്ക് ഒരു പണി കൊടുക്കണമെന്ന് ഒരു ഗൂഢാലോചന നടത്തി. പണിയെന്ന് പറയുന്നത് അവർ റിട്ടയർമെന്റ്, എനിക്ക് തോന്നുന്നൊരു 4-5 കൊല്ലം ആയിട്ടുള്ളൂ. ആ റിട്ടയർമെന്റിന് ഒരു ശവപ്പെട്ടി ഉണ്ടാക്കി പ്രിയപ്പെട്ട അധ്യാപികയെ അതിനകത്ത് സ്ഥാപിച്ച് അതിൻ്റെ പുറത്തൊരു മരണചക്രവും വെച്ച് ആഘോഷിച്ച വിദ്യാർത്ഥികളെയാണ് നാം ഇന്ന് കണ്ടത്. സങ്കടം തോന്നുന്നുണ്ട്. അവരൊന്നും പറഞ്ഞില്ല, അവരാരോടും ഒരു പ്രതികരണത്തിനും ഉണ്ടായില്ല. അവര് തൃശ്ശൂർ ഭാഗത്ത് MLA ആയിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്തു. BJPയുടെ ഇതില് തോറ്റുപോയി. അവരുടെ ഉള്ളിൽ സങ്കടം തീർക്കാൻ ചെയ്തതാണെന്നാണ് ടീച്ചർ പിന്നീട് പറഞ്ഞത്. നമ്മുടെ ഉള്ളു നീറുന്ന ഒരു കഥയാണ്. രണ്ടാമത്തത്, കഴിഞ്ഞ ദിവസത്തെ പത്രം, മനോരമ പത്രത്തില് 12 വർഷം മനസ്സ പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു പ്രിൻസിപ്പലുടെ കഥയാണ്. കോപ്പി അടിച്ച 5 വിദ്യാർത്ഥിനികളെ പിടിക്കുകയും നിയമപ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത അദ്ദേഹത്തിന് നേരെ നമ്മുടെ വിദ്യാർത്ഥിനികൾ, നമ്മുടെ മക്കൾ പീഡനത്തിന് കേസ് കൊടുത്ത് അദ്ദേഹത്തെ മകത്താക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന് കുടുംബത്തിലുണ്ടായ, സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായ സ്ഥാനമാനങ്ങളെല്ലാം പിച്ച് ചീന്തി വലിച്ചെറിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചെറുപ്പമായ പെൺകുട്ടികൾ അവർ ചെയ്തത് രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. കോപ്പി അടിച്ച് അവരെ പുറത്താക്കുകയും ബാക്കി കാര്യങ്ങൾ നിയമപ്രകാരം ചെയ്തപ്പോൾ അത് സഹിക്കാൻ പറ്റാതിരുന്നു. സ്വന്തം അധ്യാപകനെയാണ് പീഡനത്തിന്, പ്രായമായ ഒരു അധ്യാപകനെ പീഡനത്തിന് കേസ് കൊടുത്ത് അദ്ദേഹത്തിന്റെ അന്തസ്സും ആഭിജാത്യവും എല്ലാം തകർത്തെറിഞ്ഞ സംഭവം നിങ്ങളൊക്കെ വായിച്ചിരിക്കും. ഈ അധ്യാപക ദിനത്തിൽ വീണ്ടും സങ്കടത്തോടെ പറയുകയാണ്, അദ്ദേഹം ഈ ഓണം ആഘോഷിച്ചിട്ട്, ഇന്നത്തെ ഈ ഓണം ആഘോഷിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ഓണം ഉണ്ടതും ഇന്നാണ്. ഈ ഓണത്തിനാണ്. ഒരു അധ്യാപകന്റെ നീറുന്ന ഹൃദയമായിരുന്നു അത് പുറത്തുവിട്ടത്. ഈ 2 സംഭവങ്ങളും നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. ജ്യോതികുമാർ സാർ ഉറപ്പിച്ചു പറഞ്ഞു, ഈ മക്കളല്ല തെറ്റുകാർ, ഈ മക്കളല്ല തെറ്റുകാർ, അവരുടെ മാതാപിതാക്കളാണ്. സ്വന്തം മക്കൾക്ക് നൽകേണ്ട ഉത്തരവാദിത്വവും സ്നേഹവും അവർ പാലിക്കേണ്ട നിയമങ്ങളും ഒന്നും പഠിപ്പിക്കാതെ അവരെക്കാൾ കഷ്ടമായ മാതാപിതാക്കൾ ആയതുകൊണ്ടാണ് എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അത് തന്നെയാണ് ഞാനും പറയുന്നത്. എനിക്ക് കോളേജിൽ നിന്നൊരു വിമർശനം കിട്ടി, ഒരു അധ്യാപകൻ എന്നെ വഴക്ക് പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും വീട്ടിൽ അറിഞ്ഞാൽ ഞാൻ പറയില്ല, കാരണം അവിടുന്ന് 2 കിട്ടും. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന നിർദ്ദേശങ്ങൾ, അധ്യാപകൻ ഞങ്ങൾക്ക് പകരമുള്ളവരാണ്, ബഹുമാനിക്കണം, ആദരിക്കണം, അറിവും തിരിച്ചറിവും നൽകുന്ന അവരാണ്. അവരെ മനസ്സ് ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി സർ.
താങ്ക് യു സാർ. തീർച്ചയായിട്ടും വളരെ ചിന്തനീയം അല്ലേ? മനസ്സിലെ ജ്യോതികുമാർ സാർ പറഞ്ഞപ്പോൾ അത്രയ്ക്ക് ആഴത്തിൽ പോയില്ലേലും ലേനൻ സാർ അത് ആഴത്തിൽ എത്തിച്ചു. തീർച്ചയായിട്ടും ഇതാണ് പുതിയ ഒരു തലമുറയുടെ തലം. വേണുഗോപാൽ സാർ കൂടെ പറയും. ഇന്ന് 3 വിശേഷ ദിനങ്ങൾ ഒത്തുകൂടിയ ഒരു സുദിനമാണ്. ഇന്ന് തിരുവോണം, നബിദിനം, അധ്യാപക ദിനം. ആദ്യം തിരുവോണത്തെ കുറിച്ച് പറയാം. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ലോക ജനത ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചിരുന്ന ഒരു മഹാനായ ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു. ആ കാലത്ത് കള്ളമില്ല, കൊള്ളത്തരമില്ല, മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നുള്ളൊരു സങ്കല്പം അന്ന് ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ മഹാബലി ചക്രവർത്തി കേരളം നമ്മുടെ നാട്ടിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഈ തിരുവോണം ആയിട്ട് ജനങ്ങൾ ഇന്ന് ആചരിക്കുന്നത്. കൂടുതലും ചരിത്രപരമായ കാര്യങ്ങൾക്ക് ഞാൻ മുതിരുന്നില്ല. സഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഓണം. നമ്മളെല്ലാവരും കുടുംബങ്ങളിൽ ഒത്തുചേരുന്നു. പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഒരിടത്ത് കൂടുകയും ഓണം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം കുട്ടികളെല്ലാം ജോലി സംബന്ധമായിട്ട് വിദേശത്തും മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഓണം ആഘോഷിക്കുന്നത് സ്വന്തം നിലക്കാണ്. ചെറിയ അണുകുടുംബം മാറി ആ അണുകുടുംബം പ്രത്യേകിച്ച് തന്നെ ഓണം ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എങ്കിലും ഈ സുദിനം ആ പഴയകാല ജനങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാനും സഹോദര്യം ഊട്ടിയുറപ്പിക്കാനും സഹായിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമതായി പറയാനുള്ളത് നബിദിനത്തെ പറ്റിയാണ്. മുഹമ്മദ് നബി എന്നൊരു ആരാധ്യ പുരുഷനായിരുന്നു. മുസ്ലിം സഹോദരന്മാരുടെ ആരാധ്യ പുരുഷനായിരുന്നു മുഹമ്മദ് നബി. അദ്ദേഹം കാരുണ്യത്തിന്റെ പ്രതീകമായിരുന്നു. പക്ഷേ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, മുഹമ്മദ് നബി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും സ്നേഹവും കാരുണ്യമെല്ലാം പിൽക്കാല തലമുറകൾ അത് എത്രത്തോളം അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. എങ്കിലും ആ നല്ല മനുഷ്യന്റെ ഓർമ്മകൾ ഇന്നും സാധാരണ ജനങ്ങളിൽ ഉണ്ട്. മൂന്നാമതായി പറയാനുള്ളത് അധ്യാപക ദിനത്തെ കുറിച്ചാണ്. സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. അദ്ദേഹം ഒരു അധ്യാപകരായിരുന്നു. അദ്ദേഹം അധ്യാപന രംഗത്തും ശോഭിച്ച ഒരാളായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന നിലക്കും ശോഭിച്ച ഒരു വ്യക്തിയായിരുന്നു. ആ അധ്യാപക ദിനം ഇന്ന് ആചരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് പഴയകാല അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ ഇന്നില്ല എന്നുള്ളതാണ് ആ ദുഃഖകരമായ വസ്തുത. ഇന്ന് പലരും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾക്ക് ഒരു ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ബഹുമാനമില്ല. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ അധ്യാപകൻ, ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ എന്നെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിപ്പിച്ച അധ്യാപകനെ കാണുമ്പോൾ ഞാൻ അറിയാതെ ഒരു പ്രത്യേക ബഹുമാനം. അത് കോളേജ് ക്ലാസ്സുകളിലെ അധ്യാപകനെ കാണുന്ന പോലെയല്ല. ഇതൊരു പ്രത്യേക ബന്ധമാണ്, ഒരു സ്നേഹബന്ധമാണ്, ഒരു ബഹുമാനമാണ്. അത് ഇന്നും ഉണ്ട്. ഇന്നും നമുക്കത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ആ കാലഘട്ടത്തിലുള്ള പഴയ കാലഘട്ടത്തിലെ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളുടെ ആ ദൃഢത അതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ പലരും സൂചിപ്പിച്ച മാതിരി വിദ്യാർത്ഥികൾ അധ്യാപകനെ നിന്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അധ്യാപകനെ വിദ്യാർത്ഥിയെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട്, അത്രയും ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്.
അപ്പൊ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ വെച്ച് ചിന്തിക്കുമ്പോൾ പഴയകാല ബന്ധങ്ങളെ പറ്റി ഓർക്കാൻ ഈ അധ്യാപക തലത്തിൽ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും ഈ സാഹോദര്യമായ ഒരു തിരുവോണ ആശംസകൾ, അതേപോലെ തന്നെ കാരുണ്യത്തിൻ്റെതായ നബിദിന ആശംസകൾ, കൂടാതെ നല്ലൊരു അധ്യാപക ദിനവും ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറുവാക്കൾ ഉപദേശിക്കും. ഓക്കെ, താങ്ക് യു സാർ. ഇനി ജോഷ് സാർ. എല്ലാവർക്കും ഇന്നത്തെ ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും. പ്രധാനമായി നല്ല മഴയായിരുന്നു. രാവിലെയും ചെറുതായിട്ട് മഴ പെയ്തു. പിന്നെ അലേർട്ടുകളൊക്കെ പറഞ്ഞപ്പോ ഇന്ന് ഓറഞ്ച് അലേർട്ടും യെല്ലോയും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മഴയിൽ കുതിർന്ന ഒരു ഓണമായിരിക്കും എന്ന് കരുതിയെങ്കിലും അത്ര മഴ പുലർന്നപ്പോൾ ശല്യം ചെയ്തില്ല. ഇപ്പൊ വേണുഗോപാൽ സാറ് പറഞ്ഞ് നിർത്തിയത് 3 ദിനങ്ങൾ ഇന്നൊരുമിച്ച് വരുന്നു. ഞാൻ അതിനോടൊപ്പം ഒരു +1 കൂടെ ചേർക്കുകയാണ്. ഇന്ന് ഭാരതത്തിലെ ഒരു വിശുദ്ധയായ മദർ തെരേസയുടെ ചരമദിനം കൂടിയാണ്. അപ്പൊ അങ്ങനെ 4 ദിനങ്ങളാണ് ഞാൻ രാവിലെ നോട്ട് ചെയ്തത്. എൻ്റെ ബാല്യവും കൗമാരത്തിന്റെ കൗമാരം പൂർണ്ണമായി ഒരു പക്ഷേ വീട്ടിൽ തന്നെയാണ് ഓണം ആഘോഷിച്ചിട്ടുള്ളത്. വലിയ സന്തോഷമായിരുന്നു. കാരണം തൂഷനിലയിൽ പതിവില്ലാത്തവണ്ണം നിരവധി വിഭവങ്ങൾ ചേർത്തുള്ള നിലത്ത് ചമ്മറം പടഞ്ഞിരുന്ന് കഴിക്കുന്ന ഒരു ഓണസദ്യ. അതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി. വരാൻ എന്നൊക്കെ അമ്മ നിഷ്കർഷിച്ചിരുന്നു. TV ഒന്നും എൻ്റെ കൗമാരം പിന്നിടുന്ന, അതായത് 10-13 വയസ്സ് വരെയും TV ഒന്നുമില്ല. അതിനുശേഷവും കുറെ കൂടെ കാലം കഴിഞ്ഞാണ് TV ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നാട്ടിലെ ചെറിയ കളികളും അതൊക്കെ കാണാൻ പോകുമായിരുന്നു ആരംഭഘട്ടങ്ങളിൽ. പകിടകളി ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റം ആയിരുന്നു. മുതിർന്ന ആളുകൾ പകിട അങ്ങോട്ട് ഉരുട്ടി വിടുമ്പോൾ എന്തൊരാവേശമാണ്. ആളുകൾ ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ആ തായം വീഴ്ത്തുന്നതെന്നൊക്കെ ഉള്ള നിലയിൽ ഇത്ര വിദഗ്ധന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില ആളുകൾ, കുറച്ചുകൂടി ശാന്തന്മാരായിട്ടുള്ള ആളുകൾ, ചീട്ടുകളി, അതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ധാരാളം മൈതാനങ്ങൾ പോലെ കുറെ വെളും പറമ്പുകൾ ഉണ്ടായിരുന്നു. ജന്മികളുടെയൊക്കെ കയ്യിൽ പറമ്പുകൾ ധാരാളം ഇരുന്നപ്പോൾ കുറെ സ്ഥലങ്ങൾ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം പിൽക്കാലത്ത് അതെല്ലാം വിറ്റൊഴിഞ്ഞു. അങ്ങനെ ഇവിടെ കൗമാരം 13 വയസ്സൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ, യൗവന പ്രായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയ ക്ലബ്ബുകൾ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് കാലം മുതൽ തന്നെ ക്ലബ്ബുകൾ സജീവമായിരുന്നു. ഓരോ വാർഡിലും ഓരോ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം പരിപാടികൾ, മിനിമം 2 ദിവസമെങ്കിലും പരിപാടികളുണ്ട്. തലേന്ന് കുറെ അധികം ഈ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടികൾ. അപ്പൊ അതൊക്കെ നേതൃത്വം വഹിക്കാനും അതൊക്കെ സംഘടിപ്പിക്കാനും അതിൻ്റെയൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യൗവന പ്രായത്തിലേക്ക് വരുമ്പോൾ
നേരെ ചൊവ്വേ ഉച്ചഭക്ഷണം ഓണത്തിന് കഴിച്ചിട്ടുള്ളത് വളരെ അപൂർവം ഓണങ്ങളിൽ മാത്രമാണ്. കാരണം അന്നായിരിക്കും ഞങ്ങൾ ഈ വള്ളംകളി സംഘടിപ്പിക്കുന്നത്. അതിങ്ങനെ ചെറിയ വള്ളങ്ങൾ, ഒരാൾ തുഴ, രണ്ടാൾ തുഴ, അങ്ങനെ 5, 10, 20 തുഴ ആളുകൾ തുഴയുന്ന വള്ളങ്ങൾ വരെ ആ കാലത്ത് പങ്കെടുപ്പിച്ചിരുന്നു. അതൊരു വലിയ ഉത്സവമാണ്, രസമാണ്. കുട്ടനാട്ടുകാർക്ക് വള്ളവും വലിയൊരു ആഘോഷമാണല്ലോ. തലേന്ന് കുട്ടികൾക്കുള്ള മത്സരങ്ങൾ, ഓട്ടവും ചാട്ടവും, പിന്നെ കലന്തല്ലി പൊട്ടിക്കൽ, വാലുപറി, സുന്ദരിക്കൊരു പൊട്ട് തൊടിയില്, ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ധാരാളം എന്റെയൊക്കെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പോ വലിയ സന്തോഷമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ തുമ്പിതുള്ളൽ പോലെയുള്ള പരിപാടി ഈ മൈതാനങ്ങളിൽ. നല്ല പൂനിലാവ്. അതുപോലെ അങ്ങനെ വലിയ മഴ പെയ്ത ഒരു കാലമൊന്നും അങ്ങനെ ഓർക്കുന്നില്ല. അതിങ്ങനെ വീട്ടിലും അങ്ങനെ വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ പോകുന്നതിന്റെ പേരിലൊന്നും ഒരു കുടുംബത്തിലും അങ്ങനെ ആരെയും അങ്ങനെ വഴക്ക് പറയുന്ന ഒരു രീതിയില്ലായിരുന്നു. അങ്ങനെ മിക്കവാറും ഞങ്ങളുടെ ആ ബാച്ചിലുള്ളവർക്കൊക്കെ ഒരു നല്ല നേതൃത്വ വാസനയും കാര്യങ്ങൾ സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ പ്രാപ്തിയും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓർക്കുന്നു. ഇപ്പോ ഈ പ്രദേശത്തൊന്നും അധികം പിള്ളേരില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും അതിനൊന്നും സന്നദ്ധരല്ല. അവരെ ഒന്നും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിടാറുമില്ല. മതിലുമൊക്കെ കെട്ടിയ വീടുകളാണ് ഇപ്പോൾ. അന്നതൊന്നും ഇല്ലല്ലോ. ആരെയും അങ്ങനെ രാത്രിയിലൊന്നും വിടാൻ തയ്യാറല്ല. ആർക്കും അത്ര അങ്ങനത്തെ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ പിള്ളേരും ഒട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നീട് ടിവിയുടെ ഒക്കെ വരവോടുകൂടി നമുക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്ന സംഗതിയാണ്. പിന്നെ ടിവിക്ക് മുമ്പിലായി ആളുകളുടെ ഓണാഘോഷങ്ങൾ. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ കിടക്കയിൽ കടന്നും വീൽ ചെയറിൽ അവിടെ പുറത്തു പോയിരുന്നും ഒക്കെയാണ് ഇന്നത്തെ ഓണം നമ്മുടെ കഴിച്ചു. അപ്പൊ ഇങ്ങനെ ഗതകാല സ്മരണകളൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ ഇന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഇവിടെയൊക്കെ പിന്നീടും ഒക്കെ ചെറിയ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നിന്നുപോയി. അതൊന്നും ഇല്ല ഇപ്പോൾ. ഇപ്പൊ ഇക്കൊല്ലം പുതുതായിട്ട് ഇവിടുത്തെ SNDPയുടെ നേതൃത്വത്തിൽ ഇപ്പൊ അല്ലാതെ ഏതെങ്കിലുമൊക്കെ മതസംഘടനകളോട് ബന്ധപ്പെട്ടാണ് അത്തരം ആഘോഷങ്ങൾ. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഇന്നെന്തോ വടംവലി മത്സരം ഇവിടെ നടക്കുന്നതായിട്ടുള്ള പരിപാടി കേട്ടു. വേറെ ആർക്കും ഒരു പരിപാടിയില്ല. വേറെ ഒരു ചെറിയ പരിപാടികളൊന്നുമില്ല. ഇത് വലിയ പ്രൈസും ഒക്കെ കൊടുത്തുള്ള ഒരു വലിയ വടംവലി മാത്രമാണ് ഈ കാലയളവ് ഇന്ന് നടക്കുന്നതായിട്ട് മനസ്സിലാക്കിയത്. അധികം പിള്ളേരും ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് 2 മക്കളാണുള്ളതില്. ഇളയാളിന് 10-22 വയസ്സുണ്ട്. അവനും അങ്ങനെ ഇന്നും ഇരുന്നുകൊണ്ട് പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്നതിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കും. ഇപ്പൊ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇവിടെ ഇവിടെ അല്ല, കവാലം ജംഗ്ഷനിലൊരു ക്ലബിന്റെ എന്തോ പരിപാടി രാത്രിയിലുണ്ട്, പൊക്കട്ടത്. ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, നീ പൊക്കോ, നമുക്ക് അത്തരം കാര്യങ്ങളിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പോയി കാണുകയും കേൾക്കാൻ മാത്രമല്ല, ഇതിലൊക്കെ പങ്കെടുക്കുകയും വേണമെന്ന് അഭിപ്രായമുള്ള ആളാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഒരു പരിതസ്ഥിതി. പിന്നെ TV വന്നു കഴിഞ്ഞപ്പോൾ കുറെ പേര് TV-യിലേക്ക് തിരിഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് പണ്ടെന്ന് പറയുമ്പോ ഇങ്ങനെ ഇന്ന് മിനി ഇവിടെ ഇരുന്ന് ഉച്ച കൊണ്ടുകൊണ്ടിരുന്നപ്പോ പറയുമായിരുന്നു, അന്ന് ഈ TV ഇങ്ങോട്ട് വരുന്ന കാലത്ത് ഏതൊക്കെ സിനിമയാണ് ഇന്നുള്ളതെന്ന് എഴുതി വെച്ചിരിക്കുക. എഴുതി വെച്ചിട്ട് ആ സിനിമകളെല്ലാം കാണുക. അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും എല്ലാ ദിവസവും ഉണ്ടല്ലോ, ഉത്രാട ദിനം, തിരുവോണ ദിനം, അല്ലെങ്കിൽ പുറകോട്ട പോരാട ദിനം, അത് കഴിഞ്ഞിട്ട് തിരുവോണം, അവിട്ടം, ചതയം, ഇതെല്ലാം സിനിമകൾ എഴുതി വെച്ചിരിക്കുക. അത് ഇന്ന് അതിനൊന്നും അധികം പേരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ TV വെച്ച കാലം മറന്നു, എത്രയോ കേബിളൊക്കെ. അപ്പൊ അതൊന്നും കാണാൻ ഇന്ന്, കാരണം അത്രയും നേരെ ഇരുന്നൊന്നും സിനിമ കാണാൻ പുതുതലമുറയ്ക്ക് താല്പര്യമില്ല. വല്ല പ്രായം ചേർന്നവരെ ഇരുന്ന് കണ്ടെങ്കിലേ.
വല്ല റീൽസ് 15 സെക്കൻഡിന് അവസാനിക്കുന്ന ആ പരിപാടി കാണാനാണ് കൂടുതൽ. അതുപോലെ മുഴുവൻ കാണുകയില്ല, ഓടിച്ചു വിടും. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥിതിയിലാണ് ഇന്ന് പോകുന്നത്. അങ്ങനെ TV-ക്കാരെ ആഘോഷിച്ചിരുന്നു വലിയ മേളയായിട്ട്. പിന്നെ ഇപ്പൊ കണ്ടുവന്നത് വേറൊന്ന് അവസാന കാലത്തേക്ക് വരുമ്പോൾ ഈ സ്വർണ്ണക്കടക്കാരും ഗൃഹോപകരണ വിൽപ്പനക്കാരും അവരാണ് ഇപ്പോഴത്തെ പിന്നെ ജൗളിക്കടക്കാരും വസ്ത്ര വ്യാപാരികളുമാണ് ഇപ്പോഴത്തെ ഓണം ആഘോഷമാക്കുന്നവര്. ഇന്നൊക്കെ മനോരമയ്ക്ക് ഇന്നും പല ദിവസങ്ങളിലൊക്കെ 2 മനോരമയാണ്. അതിലെ ഈ പരസ്യത്തിന്റെ ഇടയിൽ വാർത്ത എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫറുകളാണ്, ഓഫറുകളുടെ പെരുമഴയാണ്. 15 കോടി രൂപയൊക്കെയാണ് മൈ ജിക്കാര് സമ്മാനമായിട്ട് നൽകുന്നത്. നമ്മൾ അന്തം വിട്ടു. അപ്പൊ ഇതൊക്കെ എങ്ങനെ നൽകാൻ പറ്റും? ഇതൊക്കെ ഈ മനുഷ്യരിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നിന്ന് കിട്ടുന്ന ആദായത്തിൽ നിന്ന് വേണമല്ലോ ഈ കോടിയെല്ലാം കൊടുക്കാനായിട്ട്. കല്യാൺ ജുവലേഴ്സുകാരാണേലും സിൽക്കുകാരാണേലും അല്ലെങ്കിൽ മറ്റോരോ വിഭാഗക്കാർക്കുമൊക്കെ ഇതുപോലത്തെ 15 കാറുകൾ ഇങ്ങനെയൊക്കെ സമ്മാനം കൊടുക്കുന്നു. ഇപ്പൊ അവരാണ് ഓണത്തെ ആഘോഷമാക്കുന്നത്. എന്നാൽ നമുക്ക് വളരെ സന്തോഷവും ആശ്വാസവും തരുന്ന മറ്റൊന്ന് ഇതിനിടയിലുണ്ട്. കേരളത്തിന് പുറത്ത് ഡൽഹിയിലൊക്കെ നിരവധി ദിവസമാണ് ഓണാഘോഷം, ഓണത്തിന്റെ സദ്യയും പരിപാടികളും ഒക്കെ. ഈ അമേരിക്കയിലെ ഇന്ന് രാവിലെ യോഗയ്ക്കിടയ്ക്ക് അവിടുത്തെ അമേരിക്കക്കാരി പറഞ്ഞു, ഞങ്ങൾ 1 മാസമായിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുക, ഇനിയുണ്ട്, ഇനി ഒരു 1-2-3 ആഴ്ച കൂടെ ഓണാഘോഷ പരിപാടികളുണ്ട് പലയിടത്തെ പല ഗ്രൂപ്പിൻ്റെതായ. അപ്പൊ അവര് വളരെ ആഘോഷമാക്കുന്നു. അല്പം മുമ്പ് മൊബൈലിൽ പട്ടാളക്കാരനായ എൻ്റെ മൂത്ത മകന്റെയൊക്കെ ആ ഭാഗത്ത് രാജസ്ഥാനിലാണ്, അവര് അതിഗംഭീരമായിട്ട് ഓണാഘോഷം അവിടെ നടത്തുകയാണ്. ഇവിടെ നിന്ന് ഈ അടൂരിൽ നിന്ന് ഒരു പാചകക്കാരനും പിന്നെ വേറെന്താ അവരുടെ ഡ്രസ്സും അങ്ങനെയൊക്കെയുള്ള ഈ പിന്നെ ഈ മുണ്ടും അങ്ങനത്തെ ഒക്കെ ഉള്ള സാധനം എല്ലാം കൂടി ഇവിടെ നിന്ന് വരുത്തിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ഏതാണ്ട് ഒരു കലാപരിപാടി അവതരിപ്പിക്കുന്ന ആളുകൾക്കും ഇവർക്കുമൊക്കെ വലിയ തുകയാണ് അവര് കൊടുക്കുന്നത്. അങ്ങനെ 1-2 ലക്ഷം രൂപ മുടക്ക് വരുന്ന ഓണാഘോഷ പരിപാടിയാണ് അവരവിടെ നടത്തുന്നത്. നല്ല വിഭവസമൃദ്ധമായ സദ്യ, മാവേലിയൊക്കെ. അപ്പൊ എൻ്റെ മോനാണ് അതില്, ഞാൻ ആ പടം കണ്ടില്ല, ഇവിടെ ഇപ്പൊ വന്നതേ ഉള്ളൂ. അവനാണ് മാവേലിയായിട്ട് വലിയ ഓലക്കുടയൊക്കെ പിടിച്ച് വരുന്നതെന്ന് ഇവിടെ ഇപ്പൊ ഇവര് കണ്ടിട്ട്, ഞാൻ നമ്മുടെ പരിപാടിയുടെ ഇടയ്ക്കാണ് അത് വരുന്നത്, പിന്നെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ കേരളത്തിന് പുറത്ത് ഏതായാലും മലയാളികൾ ഇത് വലിയ ആദരവോടെ ഈ പരിപാടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ഒരു ആശ്വാസം. എന്തായാലും മഹാബലി എന്നുള്ളത് അതിൻ്റെ എന്തുവാകട്ടെ, അതിൻ്റെ മഹാബലിയുടെ അസ്തിത്വത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് അപ്പുറം അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ശൈലി ഉണ്ടായിരുന്നു എന്ന്, നന്മയുടെ ഒരു ശൈലി ഉണ്ടായിരുന്നു എന്ന് ആളുകളെ ബോധവൽക്കരിക്കാൻ ഒരു ദിവസമെങ്കിലും കിട്ടുന്നു എന്നുള്ളതാണ് ഈ സംഗതിയുടെ ആശ്വാസം. പിന്നെ എനിക്ക് എപ്പോഴും പിന്നെ ഒരു അതിശയം തോന്നിയിട്ടുള്ള ഒരു സംഗതി, ഇന്നിപ്പോ ഈ ഫോർവേഡ് മെസ്സേജുകൾ ആളുകളെ ഈ ഓണാശംസകൾ അയക്കുമ്പോൾ മാവേലിയെ ചിത്രീകരിച്ചിരിക്കുന്ന പടം, ബഹുഭൂരിപക്ഷം പടങ്ങളിൽ, ചെറിയൊരു മാറ്റം ഇക്കൊല്ലം ഞാൻ അത് കണ്ടു, ബഹുഭൂരിപക്ഷം പടങ്ങളിലും ഒരു കോമാളിയായിട്ടാണ് മാവേലിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ പണ്ടിക്കൊടവയറും ഒരുതരം ഒരു പ്രപ്പോഷനും ഇല്ലാത്ത കൊമ്പം വീശയും ഇങ്ങനെയൊക്കെ ഏതായാലും നമ്മൾ കേട്ടിരിക്കുന്ന ഈ മാവേലി, അദ്ദേഹത്തിന്റെ സ്വഭാവം ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരാളായിരിക്കില്ല മാവേലി എന്നുള്ളത് സത്യമായിരിക്കും. വാസ്തവത്തില് രാജാ രവിവർമ്മ വരച്ചതെന്നും പറഞ്ഞുകൊണ്ടോ മറ്റേ ഒരു പടം ഈ കൊല്ലം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കൂടെയൊക്കെ
മാന്യനായ ഒരു മനുഷ്യനെ കൊണ്ട് മാവേലിയെ വേഷം കെട്ടിച്ചിരിക്കുന്ന ഒരു പടം. അത് വളരെ നന്നായിരിക്കും. ചില ആളുകളുടെയൊക്കെ പോസ്റ്റുകളിൽ അത് കാണുകയും ഉണ്ടായി. എന്നാലും ഇപ്പോഴത്തോണയും ഈ കോമാളി അവിടെ രൂപത്തിലുള്ള മാവേലിയെ കാണാൻ ഇട വന്നിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇനിയും ഇത് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർവേഡ് അല്ല ചെയ്യേണ്ടത്, നമ്മളെ ഒരു 2 വരി എഴുതി ആളുകൾക്ക് അയക്കുന്നതാണ് എപ്പോഴും ഭംഗി. ഇങ്ങനെ ഫോർവേഡ് മെസ്സേജ് ചുമ്മാ കഷ്ടിച്ചിട്ട് പോകുന്ന പോലെ ചുമ്മാ തട്ടിയിട്ട് പോകുവാണ്. അപ്പൊ അതിന് ഇങ്ങനത്തെ അത് അയക്കുമ്പോൾ ഒന്ന് ഓർക്കണം, ഒരിക്കലും ഇതല്ല മാവേലി, അതിന് പ്രചാരം കൊടുക്കരുത് ഒരാശയമാണ് എനിക്ക് ഈ ഓണവുമായി ബന്ധപ്പെട്ട അവസാനത്തെ കാര്യത്ത് പറയാനുള്ളത്. ഇനി പെട്ടെന്ന് അടുത്ത 3 എണ്ണം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ, മറ്റുള്ളവർക്കും പറയേണ്ടതുണ്ടല്ലോ. അധ്യാപക ദിനം, അതിവിടെ നല്ല അധ്യാപകരൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അധ്യാപകൻ ഒരു ബഹുമാനം ലഭിക്കാത്ത ഒരു സാധനമായിട്ട് മാറിയിരിക്കുന്നു. പേടിക്കണം. ബാലാവകാശ കമ്മീഷനെയും പിള്ളേരെ പോലും പേടിക്കണം. കോളേജിൽ പഠിക്കുന്നവര്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് പോലും പ്രിൻസിപ്പലിനോടും ഹെഡ് മാസ്റ്ററിനോടും ഒക്കെ എത്രയോ മോശമായിട്ടാണ് പെരുമാറുന്നത്. അപ്പൊ അവരാരും വലിയ നിയന്ത്രണവും അച്ചടക്കവും ഒന്നും നടപ്പാക്കാൻ തയ്യാറാകുന്നൊന്നുമില്ല. എങ്ങനെങ്കിലും അവസാനം വരെ ഇരുന്ന് പെൻഷൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ ഉള്ള ഒരു തൊഴിലാക്കി ഇതിനെ അവരും മാറ്റാൻ നിർബന്ധിതരായി. എന്തായാലും ഇതിൻ്റെ അകത്തുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള മുഴുവൻ അധ്യാപകർക്കും അതിൻ്റെ ആശംസകൾ നേരുകയും ചെയ്യുന്നു. പിന്നീട് നബിദിനം, ഓണത്തിൻ്റെ ഇടയിൽ നബിദിനം കുറച്ചൊക്കെ പകിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അവരും ആഘോഷിക്കുന്ന ഈ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ഞാനതാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. എളിമ, അതാണ് ഏറ്റവും പരമമായിട്ടുള്ള കാര്യം. ഓക്കെ, ആ സന്ദേശവും വളരെ പ്രസക്തമാണ്. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് മദർ തെരേസയെ കുറിച്ചുകൂടി ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. മദർ തെരേസ വിദേശത്ത് നിന്ന് ഈ നാട്ടിൽ വന്ന് കൽക്കട്ടയുടെ തെരുവീതികളിൽ വന്ന് അനേകരെ ശുശ്രൂഷിച്ചു. ഒത്തിരി കാര്യങ്ങൾ മദർ തെരേസയെ കുറിച്ച് പറയുന്നുണ്ട്. മദർ തെരേസ അത്ര പട്ടുമെത്തയിലൂടെ അവിടെ ഈ പ്രവർത്തനം നടത്തിപ്പോയൊന്നുമല്ല. ഒരുപാട് പേരുടെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അദ്ദേഹം വളരെ എളിമയോടെ ആണ്. പലരും കളിയാക്കിയിട്ടുണ്ട്, മദർ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് വല്ല ലോകം നന്നാകൂ. അപ്പോൾ അവര് പറഞ്ഞു, ഞാൻ ലോകം നന്നാക്കാൻ വേണ്ടിയല്ല, ലോകം നന്നാക്കാൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാനിത് ചെയ്തില്ലെങ്കിൽ മറ്റാരും ഒരുപക്ഷെ ഇവരെ നോക്കാനുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. പണത്തിന് വേണ്ടി കൈ നീട്ടിയപ്പോൾ കാർക്കച്ച് തുപ്പി എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അവര് പറഞ്ഞു, എനിക്കുള്ളത് തന്നു, ഇനിയും ഇവർക്കുള്ളത് തരണം എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതായാലും ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പാവങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അത് കൽക്കട്ടയിലെ തെരേസയാണ് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ആ പാവനാത്മാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിലും ശിരസ് നമിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ 4 ദിനങ്ങളുടെയും ഊഷ്മളമായ ആശംസകളും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു സാർ. രമാവതി മാം പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ജോർജ് സാർ പറഞ്ഞ പോലെ 4 മദർ തെരേസയുടെ പിന്നെ ചരമദിനം കൂടിയാണ്. മദർ തെരേസ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തണൽ മരം പോലെയാണ്. കാരണം എല്ലാവർക്കും സാന്ത്വനം, അതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ സാന്ത്വനം നമ്മള് ഈ പാലിയേറ്റീവ് കെയർ പോലത്തത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ പുറകില് പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്. മദർ തെരേസ എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ താല്പര്യമുള്ള ഒരമ്മയായിരുന്നു. അതുപോലെ തന്നെ നബിദിനം, ഈ നബിദിനത്തിനന്ന് ഇവിടെ നബിദിന റാലി പോകാറുണ്ട്. അപ്പൊ ഞാൻ ചെറുപ്പത്തിലെ ഈ റാലി പോകുമ്പം, ഞാൻ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ മിഠായിക്ക് വേണ്ടി അവിടെ കാത്തുക്കും. സത്യം പറയട്ടെ, ഞാൻ ഇന്നും അവിടെ പോയിട്ട് മിഠായി മേടിച്ചിട്ട് വന്നു, ഗേറ്റിന്റെ അടുത്ത് പോയിട്ട്
നബിദിനം റാലി പോകുമ്പോൾ. കാരണം അതൊരു എന്താ പറയുക, അത് കാണുക. പക്ഷെ അതില് പണ്ടത്തെ പോലെയല്ല, അതിലുള്ള വേഷങ്ങൾ ഇപ്പൊ ചിലപ്പോ അറബിയുടെ വേഷങ്ങളും അങ്ങനെ കുറെ വേഷങ്ങളൊക്കെ ഉണ്ട്. കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് നബിദിന റാലി പോകുന്നു, അവിടെ കോർണറിലെത്തുമ്പം പിന്നെ ഓണം പിന്നെ ഓണത്തിന്റെ പൊട്ടും കാര്യങ്ങളും പിന്നെ എല്ലാം ഉണ്ട്. അപ്പൊ രണ്ടും കൂടി കൂടുമ്പോ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. അതങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മാവേലി ഉണ്ടായിരുന്നു അവിടെ, ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അധ്യാപക ദിനത്തിനെ പറയുമ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ അധ്യാപകര് പണ്ട് നമ്മൾ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പം എവിടെയാണെങ്കിലും നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കും. എത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിലും എഴുന്നേൽക്കാൻ പറ്റില്ലെങ്കിലും അധ്യാപകരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർ എഴുന്നേറ്റ് നിൽക്കൂല എന്ന് മാത്രമല്ല, ഒന്നിങ്ങനെ നോക്കിയിട്ട് പിന്നെ മൊബൈലിൽ കുത്തി പിടിച്ചിട്ട് നോക്കുന്ന എനിക്ക് തോന്നുന്നത്. അത്രയും പിന്നെ അധ്യാപകരോടുള്ള ആ പിന്നെ ഗുരുഭക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഈ പറഞ്ഞ പോലെ കുറെയെല്ലാം പിന്നെ പാരൻസിന്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ അധ്യാപകർ വരുന്നതിന് മുന്നേ അവർക്ക് കുറ്റപ്പേരിട്ടിട്ടുണ്ടാവും. അപ്പം ആ കുറ്റപ്പേരാണ് ഇവർ കേൾക്കാതെ കുട്ടികളോട് പറയാതെ വിരലായി, കാലമാടൻ വിരലായി, മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ അത് പിന്നെ ഓരോരോ യോജിച്ച പേരാന്ന് ഇടുക. അപ്പൊ സാറ് അത് കേട്ടാലും പിന്നെ എന്താ പറയുക, സാറിന് കൂസലുണ്ടാവില്ല. കാരണം ഇവരുടെ ശമ്പളത്തിൽ യാതൊരു കുറവും ഉണ്ടാവില്ലല്ലോ. ടീച്ച് വൺ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുക, വീട്ടിൽ പോവുക എന്നുള്ളതാണ്. കാരണം അഡ്വൈസ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളുണ്ട്. കാരണം നമ്മള് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും പിന്നെ വീട്ടിൽ നിന്ന് ആൾക്കാർ, നമ്മളെ ചേച്ചിമാരോ അല്ലെങ്കിൽ മറ്റോ വീട്ടിലെ ആവശ്യത്തിന് എന്തെങ്കിലും പഠിത്തം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാനായിരിക്കും പോവുക. അന്നേരം എൻ്റെ കൂട്ടുകാരികളെല്ലാം ചോദിക്കും, ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിനാ, എന്നോട് നീ ചൊടിയൊന്നുമില്ലല്ലോ. എന്താ പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ആള് വന്ന് പറയുമ്പോൾ എന്നെ പേടിയാണ്. കാരണം നമ്മളെ ഒറ്റി കൊടുക്കാനാണ് ഇവന്മാര് വന്നിട്ടുള്ളതെന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ഒരു പിന്നെ നമ്മളെ പഠനകാലം എന്ന് പറഞ്ഞത് എന്താ പറയേണ്ടത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് നഷ്ടബോധമാണ് ശരിക്കും. അന്നത്തെ ഉലയൻ സാർ പറഞ്ഞാന്ന് തോന്നുന്നു, സ്കൂളിൽ നിന്ന് അടി കിട്ടിയാല് വീട്ടിൽ പറഞ്ഞാല് വീട്ടിൽ നിന്ന് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രക്ക് എനിക്ക് കിട്ടിയത് പോരാന്നാ പറയല്. മറ്റതിപ്പം കൊമ്പും കൊലക്കിയിട്ട് പോയിട്ട് എന്റെ മോനെ അടിച്ചെന്തിനെന്നല്ല ചോദിക്കാം. മറ്റതല്ല, എനിക്ക് അത്ര പോരാ, ഇനിയും കിട്ടണം എന്നുള്ള രീതിയിലാണ് പറയാ. എനിക്ക് തോന്നുന്നു ആ ഒരു ഉപദേശവും ശീലങ്ങളും നമ്മൾ വളർന്ന സാഹചര്യം കൊണ്ടായിരിക്കും. കല്യാണം കഴിച്ചു പോകുമ്പോ അമ്മ പറഞ്ഞത് അവിടുന്ന് എന്തെങ്കിലും പിന്നെ പറഞ്ഞാല് അവിടെ വെക്കുക, ഇവിടെ ഒന്നും പറയാൻ പാടില്ലെന്ന്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അധികം ഈ അല്ലാതെ വീട്ടിൽ പോയിട്ട് നിന്നത് വളരെ കുറവാണ്. അധികം ഭർത്താവിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. അവിടെ പോയിട്ട് പറയണ്ടെന്നാ പറഞ്ഞത്. അത് കൂടാതെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഓണത്തിനെ പറ്റിയിട്ടാണ്. ഓണത്തിനെ പറ്റി പറയുമ്പം ഓണം എല്ലാവരും പറയുന്ന പോലെ തന്നെ മാവേലി നാടുവാണിടങ്കാളും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നെല്ലാം പറഞ്ഞിട്ട് കള്ളവുമില്ല ചതിയ. അന്നേരം ഇതിപ്പോ അളവുകളും തൂക്കങ്ങളും എന്നുള്ള സംഭവം ഒന്നും അവിടെ സീലടിക്കാനൊന്നും പോകണ്ട, എല്ലാം ഒരുപോലെ ആയിരുന്നു എന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓണത്തിനെ സംബന്ധിച്ച് വീടുകളിലുള്ള ആ ഒരു അണുകുടുംബം, അതുപോലെ രണ്ടുപേര് മാത്രം പ്രായമുള്ളവർ മാത്രമുള്ള ഒരു അവസ്ഥ, അതെല്ലാം വേദനിപ്പിക്കുന്നതാണ്. ഇന്നിപ്പം വീട്ടില് മക്കളിപ്പോ വന്നിട്ട് പോയതേ ഉള്ളൂ, കഴിഞ്ഞ 20-ാം തീയതി. അപ്പം ഓണത്തിന് ഇല്ലെങ്കിലും കുറച്ച് 1-2 മാസം ഇവിടെ ഉണ്ടായിരുന്നു. മോനിപ്പോ അത്യാവശ്യമായിട്ട് എറണാകുളം പോകുന്നു. പക്ഷെ നമുക്ക് രാവിലെ മുതൽ ഒരു 4 പേരുണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർ വന്നത് നമ്മളെ വീട്ടിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് പേരമക്കളെയും കിട്ടി, പിന്നെ മക്കളെയും കിട്ടിയ ഒരു അവസ്ഥ എനിക്ക് സന്തോഷം തോന്നി. അപ്പൊ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മുടെ വിദ്യാധരൻ മാഷെ കുറച്ച് വരികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേഗം പാടി തീർത്തോളാം. ഓണമാണ്, വീണ്ടും ഓണമാണ്, വേണമായുസ്സെന്ന തോന്നലാണ്, ദൂരത്തു നിന്നോടി എത്തുന്ന മക്കളെ കാണുമ്പോൾ ഉള്ളിൽ വിരുന്നാണ്, പേരിനു മാത്രം കിടക്കുന്ന പ്രാണന് പേരക്കിടാങ്ങൾ മരുന്നാണ്,
കൈവയ്യ കാൽ വഴങ്ങില്ല, മെയ്യിൽ പാതി കൂട്ടിനില്ല. കൈവയ്യ കാൽ വഴങ്ങില്ല, മെയ്യിൽ പാതി കൂട്ടിനില്ല. എന്നാലും ഈ പഴം കൂടിനുള്ളിൽ ഓണം വന്നാലുണർവാണ്. അപ്പൂതി ഇരിക്കുമ്പോൾ കൂടെ അപ്പൂപ്പനെയും ഇരുത്താമോ? പപ്പടം പാതി പകുത്ത് നമുക്ക് ഉപ്പേരിക്ക് ചിണുങ്ങാമോ? ഓണമാണ്, വീണ്ടും ഓണമാണ്, വേണമായുസ്സെന്ന തോന്നലാണ്. പൂവില്ല പൂവിളിയില്ല, പുഞ്ചപ്പാടം കൊയ്ത്തുമില്ല. പൂവില്ല പൂവിളിയില്ല, പുഞ്ചപ്പാടം കൊയ്ത്തുമില്ല. എന്നാലും ഈ മലനാട്ടിലിന്നും ഓണം വന്നാൽ ചേലാണ്. കുഞ്ഞേ ഞാനിരിക്കുമ്പോൾ വന്നൻ പഞ്ഞിത്താടി പിടിക്കാമോ? അച്ഛനെ പണ്ട് നടത്തിയ പോലെ പിച്ച നടത്താൻ പോരാമോ? ഓണമാണ്, വീണ്ടും ഓണമാണ്, വേണമായുസ്സെന്ന തോന്നലാണ്. ദൂരത്തു നിന്നോടി എത്തുന്ന മക്കളെ കാണുമ്പോൾ ഉള്ളിൽ വിരുന്നാണ്. പേരിനു മാത്രം കിടക്കുന്ന പ്രാണന് പേരക്കിടങ്ങൾ മരുന്നാണ്. അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓക്കെ മാം. ജോർജ് സാർ. താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ഇന്ന് കലണ്ടറിൽ തിരുവോണം പണ്ട് മുതലേ നോക്കിയിരുന്ന് വന്നു കിട്ടിയ ദിവസം. പിന്നെ നോക്കിയപ്പോൾ അധ്യാപക ദിനം കണ്ടു. പിന്നീട് വഴിയിൽ വെച്ചാണ് നബിദിനത്തെ കുറിച്ച് കണ്ടത്. അതും കലണ്ടറിൽ ഉണ്ടായിരുന്നത് പിന്നെ ഒന്നോടെ നോക്കി ഉറപ്പായി. 4ാമത്തെ ഒരു ദിവസവും കൂടെ ഇപ്പൊ ജോഷി സാർ പറഞ്ഞറിഞ്ഞ് മദർ തെരേസയുടെ ചരമദിനം. തീർച്ചയായിട്ടും ഇതൊരു പുണ്യ ചതുർത്ഥി ആയി ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാം, ഇല്ലേ? ഈ തലമുറ കണ്ടതിലൊരു മഹതിയാണ് മദർ തെരേസ എന്നുള്ളതിന് സംശയമില്ല. തീർച്ചയായിട്ടും ആ സുന്ദര സ്മരണകൾക്ക് ഇട നൽകിയ ആ പങ്കുവയ്ക്കലിന് ജോഷി സാറിനോട് പ്രത്യേകം നന്ദി പറയട്ടെ. പിന്നെ നബിദിനാശംസകൾ. അതെ, ഒരു വലിയ പ്രവാചകന്റെ ജന്മം ഒത്തിരി സന്ദേശങ്ങൾ അടങ്ങിയതായിരിക്കും. ഞാൻ കൂടുതൽ പറയാൻ എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അതും പറയുന്നില്ല. ആ സന്ദേശങ്ങൾ ഞാനും പങ്കുവയ്ക്കുന്നു സന്തോഷവും. പിന്നെ അധ്യാപക ദിനം. അധ്യാപക ദിനത്തില് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അധ്യാപകർ ഉൾപ്പെടെ ചിന്തിച്ചു പോയത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച്. അന്ന് നമ്മളെ ഇഷ്ടപ്പെട്ടവര്, നമ്മൾ ഇഷ്ടപ്പെട്ട അധ്യാപകര്, നമ്മളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അധ്യാപകര്, അവരുടെ വിഷയത്തോട് നമുക്കുണ്ടായിരുന്ന താല്പര്യം, ആ കാര്യത്തിൽ നമ്മൾ നേടിയ അധികം മാർക്കുകൾ. അതുപോലെ തന്നെയാണ് ചിലരൊക്കെ ശപിച്ച് വളരെ നിരുത്സാഹപ്പെടുത്തി അവഗണിച്ച് പോകുന്ന അധ്യാപകരും ഉണ്ടായിരുന്നു. അവരുടെ വിഷയത്തോട് വെറുത്ത് എന്നും 0 മാർക്ക്, അത് പിന്തള്ളപ്പെട്ടു. അവരൊക്കെ എന്താ പറയണേ, പണ്ടാരോ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കാൻ പോയിരുന്നെങ്കിൽ കപ്പ്യാരായിട്ട് ഇരുന്നേനെ, പഠിക്കാത്തതുകൊണ്ട് ഞാൻ ഈ നിലയിലെത്തി എന്ന് പറഞ്ഞ പോലെ ചില വിഷയങ്ങളിലേക്ക് ഒരിക്കലും അവർക്ക് മുന്നേറാൻ കഴിയാത്ത വിധത്തിൽ പിന്തള്ളപ്പെട്ടു പോയത് അധ്യാപകരുടെ അവഗണനമുണ്ട്. അപ്പൊ ഇതെല്ലാം ഓർമ്മിക്കാൻ ഇടവരും. എൻ്റെ സങ്കല്പത്തിലുള്ള അധ്യാപകൻ ഞാൻ ഇങ്ങനെ ഓർക്കും. ഒരു വലിയ തിരക്ക് പിടിച്ച ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിശാ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു.
അത് കാണുമ്പോൾ ആ സന്തോഷം അധ്യാപകനെ കാണുമ്പോൾ തോന്നും. അതുപോലെ കൂര കുറ്റിയിലിട്ടത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ നല്ലൊരു വെളിച്ചം പകരുന്ന ഒരു 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 ദീപസ്തംഭം അല്ലെങ്കിൽ ഒരു പ്രകാശ ഗോപുരം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷം ഞാൻ അങ്ങനെ കണ്ട് അധ്യാപകരെ ഓർക്കുന്നു, എൻ്റെ ആ സ്മരണകൾ പങ്കുവയ്ക്കും. പിന്നെ ഓണം, മലയാളിക്ക് എത്ര പറഞ്ഞാലും എത്ര ഓർത്താലും തീരാത്ത അതിസവിശേഷമായ ഒരു ആഘോഷം. മലയാളി ഉള്ളിടത്തെല്ലാം ഓണാഘോഷമുണ്ട്. അത് തലമുറ തലമുറ കൈമാറി ചില കോലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും രൂപങ്ങൾ അധികം മാറുന്നില്ല. അതങ്ങനെ തന്നെ തുടരുന്നു. കള്ളവും ചതിയുമില്ലാത്ത ഒരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത ഒരു നല്ല കാലത്തെക്കുറിച്ചൊക്കെ നമ്മുടെ പൂർവികർക്ക് ഒരു വലിയ സങ്കല്പം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവരുടെ അങ്ങനെ ഒരു നല്ലൊരു സാമൂഹ്യ സംവിധാനത്തെക്കുറിച്ചുള്ള സ്വപ്നമോ അല്ലെ ആ പ്രതീക്ഷകൾ എന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്നുള്ള ആ ആഗ്രഹത്തോടു കൂടി തുടങ്ങിയതോ അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തിൻ്റെ ഓർമ്മകളോ ആണ് ഒരു പരിധി വരെ പറഞ്ഞ ഓണം. എന്തായാലും ഇന്നത്തെ ലോകത്ത് ഓണം എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് സാധ്യതയാണ്, ഒരു കച്ചവട താല്പര്യമാണ്. അത് എല്ലാ രംഗത്തുള്ളവർക്കും ഇതിനോട് ബന്ധപ്പെട്ട് സാധാരണക്കാരനെ എങ്ങനെ ഈ ഓണത്തിലേക്ക് ബന്ധിപ്പിച്ച് അത് ഗൃഹോപകരണങ്ങളായാലും നിത്യോപയോഗ സാധനങ്ങളായാലും വസ്ത്രത്തിൻ്റെ കാര്യമായാലും എല്ലാ രംഗത്തും ഉണ്ട്. അപ്പോൾ എന്തായാലും അത് പുതുവർഷത്തിൻ്റെയും പൂക്കാലത്തിൻ്റെയും പുത്തരിച്ചോറിൻ്റെയും പുതുവസ്ത്രത്തിൻ്റെയും ആഘോഷം കൂടിയാണ് തിരുവോണം. എനിക്ക് അങ്ങനെയൊക്കെ പറയാനാ തോന്നുന്നു. പിന്നെ ഓണപ്പാട്ട് പാടി മറ്റേ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ ഓർമ്മയിലുള്ള ഒരു പാട്ട് ഞാൻ അങ്ങനെ പറയട്ടെ. പാടറയട്ടെ എന്ന് പറയുന്നത് കൂടുതൽ ശരി, പാടാൻ പറ്റും. അത്തം 10 പൊന്നോണം മുറ്റം ചെത്തി ഒരുക്കേണം, പത്തായത്തിലെ പുന്നല്ല് ചിത്തിര നാളിലെടുക്കേണം, ചോതി പുഴുങ്ങി വിശാഖമുണക്കി അനിഴം നാടിൽ കുത്തേണം, കേട്ടക്കല്ലോ നെട്ടോട്ടം കണ്ടത് കടിയത് വാങ്ങേണം, മൂലം നാളിൽ മുറ്റത്ത് പൂക്കളമിട്ട് നിറയ്ക്കേണം, പൂരാടത്തിൻ പൊടിപൂരം ഇടിപൊടി താള തുടിമേളം, ഇഞ്ചിയും അച്ചാർ 5 വിധം പൂരാടത്തിനൊരുക്കേണം, ഒന്നാം ഓണം അത് ഉത്രാടം ഉച്ച നിരിഞ്ഞാൽ വെപ്രാളം, വെപ്രാളത്തിൽ ഇരുട്ടി വെളുത്താൽ എല്ലാവർക്കും തിരുവോണം. ഒരു തിരുവോണം കൂടി കൂടാൻ അവസരം നൽകിയ സർവേശ്വരന് നമിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓ, ഭയങ്കര ആള് തകർത്തു അല്ലേ, കൈവിട്ടുപോയി. നബിദിനം കുറഞ്ഞു പോയോ സാറേ? കാത്തിരുന്ന് ഇവിടെ ഇത്രയും നേരം മോനായിരുന്നോണ്ടിരുന്ന്, അപ്പൊ അവനിപ്പോഴേ എണിച്ച് ഗംഭീരായിരിക്കുന്നു. ഓക്കെ, കുഞ്ഞായി മാസ്റ്റർ, റോയ് സാറും കൂടെ പെട്ടെന്ന് ശുദ്ധോധൻ ഡോക്ടറിന്റെ കാര്യമാണ്, പെട്ടെന്ന് പറയും. സാറേ പറയട്ടെ? പറഞ്ഞു. ഓണത്തിന് നമ്മളെ കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്നുള്ളത് ഇപ്പോഴത്തെ കള്ളവും ചതിയും മാത്രമുള്ള ലോകത്ത് ഇപ്പോഴെങ്കിലും അവർ ഓർക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓണത്തിന് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് നമ്മള് അതിനോട് ചേർത്ത് തന്നെ ഞാൻ അധ്യാപക ദിനത്തിനെയും പറയുന്നു. നമ്മൾ ആ കുട്ടികളെ കുറ്റം പറയുന്നു, പക്ഷെ നമ്മൾ അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവര് ഇങ്ങനെ ആയി പോകുന്നത്. അച്ഛനമ്മമാർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അവര് പിന്നെ കൊച്ചിലേ തൊട്ടേ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചേച്ചങ്ങ് പോകും. അമ്മയുടെ പരിചരണം അവർക്ക് കിട്ടുന്നില്ല. അമ്മയോട് അത്രയും അടുപ്പമുള്ള കുട്ടികൾ, അവർക്ക് വേണ്ടി അമ്മയ്ക്ക് സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവർ ഇത്തരത്തിലൊന്നും ലഹരിക്കൊന്നും അടിമപ്പെടുകയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അധ്യാപകർക്ക് കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമില്ല, പോർഷൻ തീർക്കാനേ അവർക്ക് സമയമുള്ളൂ. അല്ലാതെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനൊന്നും അധ്യാപകർക്ക് സമയമില്ല, പോർഷൻ തീർക്കാനേ സമയമുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിൽ പോകുന്നത്. ആ തരത്തിൽ നമ്മൾ അവരെ ചെറുപ്പത്തിലേ തൊട്ട് കൈകാര്യം ചെയ്ത്
അച്ഛനമ്മമാരും അധ്യാപകരും അതുപോലെ ആയിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും കുറേയൊക്കെ ഈ ഫോണും അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട്. പക്ഷെ അവിടെയും നമ്മുടെ കൺട്രോൾ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇത്തരത്തിൽ പോകുമായിരുന്നില്ല. പിന്നെ ഇന്നത്തെ ആഘോഷങ്ങൾ സാറ് പറഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു. നബിദിനത്തിന് അതിൻ്റെ സന്ദേശം, പിന്നെ മദർ തെരേസ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ. അപ്പൊ അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ കൂടെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ ഈ ഫോൺ അഡിക്ഷനിൽ നിന്ന് മാറും, ഈ ലഹരി അഡിക്ഷനിൽ നിന്ന് മാറും. അതിനൊന്നും ഇവിടെ ഒരു സംവിധാനവും ഇല്ല. പോഷൻ തീർക്കാനും മാർക്ക് മേടിപ്പിക്കാനേ ഉള്ളൂ അച്ഛനമ്മമാരും അധ്യാപകരും. ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് സൂയിസൈഡ് ചെയ്തു. കാരണം അവര് ഇത് കുട്ടികൾ മദ്യപിക്കുന്നതിനെതിരെ അവര് നടപടിയെടുത്തതിന് അവരെ രാഷ്ട്രീയക്കാർ ഒരുപാട് പീഡിപ്പിച്ചു. അപ്പൊ ടീച്ചർ ചെയ്തത് അതാണ്. പക്ഷെ ടീച്ചർ കുറച്ചുകൂടെ ചിന്തിക്കണമായിരുന്നു. അപ്പൊ അവര് പറയുന്നത് ടീച്ചറിന് മാനസികാരോഗ്യം ഇല്ലാഞ്ഞിട്ട് ചെയ്തതാണെന്ന്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഒരു വീടിന്റെ അപ്പുറത്ത് ഭയങ്കര നല്ലൊരു കുടുംബത്തില് അഡ്വക്കേറ്റ് ആണ് അച്ഛൻ. മകൻ റാങ്ക് ഹോൾഡറാണ്, SLCക്ക് റാങ്ക് ഹോൾഡറാണ്, പിന്നെ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആളും ലഹരിക്ക് അടിമപ്പെട്ടു. എന്നിട്ട് ഈ വക്കീല് ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു. ചിരിച്ചില്ലെങ്കിൽ എന്താ ചിരിക്കാത്തതെന്ന് ചോദിക്കുന്ന ആളായിരുന്നു. ആ മനുഷ്യൻ ഈ മകനെ വെടിവെച്ചാണോ എങ്ങനെയാണോ കൊന്നു. 2-3 ദിവസം കഴിഞ്ഞാണ് അറിഞ്ഞത്. അതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഈ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമ്മൾ അതിന്റെ യഥാർത്ഥ പരിഹാരത്തിലേക്ക് എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ, ഇനി കുഞ്ഞായി മാസ്റ്റർ പറഞ്ഞു. താങ്ക് യു ബാബു സർ. എല്ലാവർക്കും ശുഭദിനാശംസകൾ. 3 സുപ്രധാന ദിനങ്ങൾ ഒന്നിച്ചുകൂടിയ ഒരു സുദിനമാണിന്ന്. തിരുവോണം, അധ്യാപക ദിനം, നബിദിനം. ജോഷി സാറ് മദർ തെരേസയുടെ ദിനവും കൂടി കൂട്ടിച്ചേർത്തു. തിരുവോണം മലയാളികൾ, ലോകമെമ്പാടുള്ള മലയാളികൾ ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം. അത് സിംബോളിക്കായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള ഒരു കാലം, മഹാബലിയുടെ ഭരണകാലം. അത് ഐതിഹ്യമായാലും യാഥാർത്ഥ്യമായാലും ശരി, അത് സ്വപ്നം കാണുന്ന ഒരു ലോകം നമ്മളൊക്കെ കാണുകയും അതിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് അത് അയവിറക്കി ആഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓണാഘോഷത്തിൻ്റെ വരികൾ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വാസിക്കും കാലം, ആപത്തങ്ങാർക്കുമോട്ടില്ലരാനും. അങ്ങനെയുള്ള സുന്ദരമായ നിമിഷങ്ങൾ പങ്കിടുന്ന ഒരു ലോകമാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് അയവിറക്കിക്കൊണ്ടുള്ള ആഘോഷമാണ് മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ അധ്യാപക ദിനമാണ്. എനിക്കിതിൽ പങ്കുവെക്കാനുള്ളത്, അധ്യാപകൻ ദിനം എന്ന് പറയുമ്പോൾ അധ്യാപകൻ്റെ സ്ഥാനം സമൂഹത്തിൽ മഹത്തരമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഗുരു എന്നുള്ള ആ സ്ഥാനത്ത് നിന്ന് അധ്യാപകൻ വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. ഗുരു എന്ന് പറയുമ്പോൾ അന്ധകാരത്തെ നീക്കി വെളിച്ചം പകർന്നു നൽകുന്നയാൾ. അങ്ങനെയുള്ള അധ്യാപക മഹത്തുക്കൾ ശ്രേഷ്ഠരായിരുന്നു മുൻകാലങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിന്നിരുന്ന അധ്യാപകന്മാർ. എനിക്കറിയാം, ഞാനിപ്പോൾ റിട്ടയർഡ് ചെയ്തിട്ട് 25 വർഷം കഴിഞ്ഞു. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അധ്യാപകരെ കാണുമ്പോൾ
ഇന്നും ജീവിച്ചിരിക്കുന്ന അധ്യാപകരുണ്ട്, പ്രൈമറി ക്ലാസ്സുകൾ പഠിപ്പിച്ച അധ്യാപകർ. ഞാൻ ഭവ്യതയോടെ അവരുടെ അടുത്ത് ചെന്ന് മുണ്ടൊക്കെ താഴ്ത്തിയിട്ട് ബഹുമാനപൂർവ്വം അവർക്ക് പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അവരുടെ കുരുത്തവും പൊരുത്തവും സമ്പാദിച്ചു കൊണ്ടാണ് ഞാൻ അവിടെ മുമ്പിൽ നിന്നും മടങ്ങി വരാറുള്ളത്. അവർക്ക് വലിയൊരു പദവി നമ്മൾ കൽപ്പിച്ചിരുന്നു, സമൂഹവും കൽപ്പിച്ചിരുന്നു. സമൂഹം കൽപ്പിക്കാനുള്ള പ്രധാന കാരണം അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള അധ്യാപകരുടെ സേവനം സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. എഴുത്ത് വായനയും അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇന്ന് അധ്യാപകർ ആ രീതിയിലുള്ള സ്ഥാനത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന ചില നിലപാടുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ രക്ഷിതാക്കൾക്കും പങ്കാളിത്തമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തലതിരിഞ്ഞ വിദ്യാർത്ഥികളാണ് ആധുനിക കാലത്തുള്ള പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ. ഏതായാലും വളരെ മഹത്തരമായ ദൈവിക സ്ഥാനത്ത് നിന്ന്, മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് മാറിയാൽ പിന്നെ അധ്യാപകരാണ് നമുക്ക് വഴികാട്ടികൾ. അവർക്ക് വലിയ സ്ഥാനം സമൂഹത്തിൽ നമുക്ക് നൽകേണ്ടതുണ്ട്, അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നുമുള്ള നീക്കങ്ങൾ ആവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അധ്യാപക ദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു. പിന്നീട് നബിദിനാശംസകളാണ്. നബിദിനത്തിനെ പറ്റി പറയുമ്പോൾ ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ വലിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നവോത്ഥാന നായകനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ റബീഉൽ അവ്വൽ 12 ആ ദിവസത്തിലാണ് നബി ജനിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നബിദിനം ആഘോഷിക്കുന്നത്. പക്ഷെ മുഹമ്മദ് നബി പറ്റി എല്ലാ സമയവും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ, സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ എല്ലാ സമയവും മുഹമ്മദ് നബിയെ പറ്റി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ലോകം. അതാണ് ഈ ലോകമെങ്ങുമുള്ള പള്ളികളിൽ ബാങ്കുവിളി, പ്രാർത്ഥനകൾ, ഇതിലൊക്കെ മുഹമ്മദ് നബിയുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ സമയവും അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജനന തീയതി എന്ന നിലയ്ക്ക്, ജനിച്ച ദിവസം എന്ന നിലയ്ക്ക് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത് മാത്രം. പിന്നെ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ലോകത്തിലുള്ള കുറേ മഹാന്മാരെ പറ്റി ഒരു താരതമ്യ പഠനം നടത്താൻ ശ്രമിച്ച ഒരാളാണ്. പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ ലോകത്ത് ഇത്രയധികം മാതൃകാപരമായിട്ടുള്ള എല്ലാ മേഖലയിലും മാതൃക കാണിച്ച ഒരു മഹാവ്യക്തി ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ മേഖലയിലും. ഇപ്പോൾ ലോകത്ത് ജീവിച്ചു പോയ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ബുദ്ധന്, എബ്രഹാം ലിങ്കൺ, ഗാന്ധിജി, പിന്നെ കാറൽ മാർക്സ്, ഇങ്ങനെ ഒട്ടനവധി പേര് സമൂഹത്തിന് വഴികാട്ടികളായി നവോത്ഥാന പ്രവർത്തനങ്ങളിൽ, സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിന്ന, സമൂഹത്തെ മാറ്റിമറിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഇവരുടെ ഒക്കെ നിരയെടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലയിലും കൈവച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് മുഹമ്മദ് നബിയുടെ സ്ഥാനം നമ്മൾ കാണുന്നത്. മുഹമ്മദ് നബി ജനിക്കുന്നത് അനാഥനായിട്ടാണ്. 4 വയസ്സാകുമ്പോഴേ മാതാവ് മരണപ്പെട്ടു. പിന്നെ അനാഥനായി വളരെയാണ് ഈ അനാഥനായി വളർന്ന നബി പല ചെറിയ ചെറിയ കച്ചവടങ്ങളും കാലി വളർത്തലും ഒക്കെയായി ജീവിച്ച് വളർന്നു വന്ന് ഒരു യുവാവായപ്പോൾ അവിടെ അൽ അമീൻ, സത്യസന്ധൻ എന്നുള്ള പേര് സമ്പാദിച്ചു. ജനങ്ങൾക്കിടയിൽ വലിയ പ്രീതി സമ്പാദിച്ചു. അങ്ങനെ അവിടുത്തെ വലിയൊരു കച്ചവടക്കാരിയുടെ കച്ചവടത്തിൻ്റെ നേതൃത്വം മുഹമ്മദ് നബി ഏറ്റെടുത്തു. നല്ലൊരു കച്ചവടക്കാരനായി, നല്ലൊരു കുടുംബനാഥനായി. അങ്ങനെ വളർന്നു വന്ന് 40 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് നബി ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പ്രവാചകൻ എന്ന നിലയിൽ സമൂഹത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതോടുകൂടി ധാരാളം ശത്രുക്കൾ ഉണ്ടായി. ഈ ശത്രുക്കളൊക്കെ സമ്പാദിക്കുന്നതിനിടയിലും എല്ലാ രംഗങ്ങളിലും പ്രവാചകൻ മാതൃക കാണിച്ചു. മറ്റുള്ള മതക്കാരെ അംഗീകരിക്കൽ, സഹിഷ്ണുത, ഒരു ജൂതൻ്റെ ശവശരീരം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് കൊണ്ട് അതിന് ബഹുമാനിച്ച ചരിത്രം,
നബി മുഹമ്മദ് നബിയെ കണ്ടാൽ കൊല്ലാൻ വേണ്ടി നടന്നിരുന്ന അബൂജഹൽ എന്ന വ്യക്തിയുടെ അടുക്കൽ നിന്ന് പണം ലഭിക്കുവാനുള്ള ഒരു നാട്ടുകാരൻ്റെ കൂടെ പോയി അബൂജഹലിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ പണം തിരിച്ചു വാങ്ങിക്കൊടുത്ത ധീരത, അതുപോലെ യുദ്ധത്തിന് ശത്രുക്കൾ നേരിടേണ്ടി വന്നപ്പോൾ മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുത്ത നേതൃപാടവം, എല്ലാ മേഖലകളിലും. അതിൻ്റെ ഒക്കെ പുറമെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം, സാഹോദര്യം, സ്വന്തം വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുക്കി വെച്ച സാധനങ്ങൾ അഗതികളായി വരുന്നവർക്ക് എടുത്തു കൊടുത്തുകൊണ്ട് മാതൃക കാണിക്കൽ. അതിലേറ്റവും വലിയ വ്യക്തിത്വമായ ഒരു സംഭവമായി ഞാൻ കാണുന്നത്, നിരന്തരം ശത്രുക്കളുടെ ആക്രമണങ്ങളും ഉപദ്രവങ്ങൾക്കും പാത്രീഭൂതനായ മുഹമ്മദ് നബി അവസാനം അനുയായികളെ കൂടിക്കൂടി വന്ന് മക്കയിൽ പ്രവേശിക്കുകയാണ്. മക്കയിൽ പ്രവേശിച്ച് അവിടെ തൻ്റെ ആജീവനാന്ത ശത്രുക്കൾ, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി നിന്നിരുന്ന ആജീവനാന്ത ശത്രുക്കൾ ഭയത്തോടുകൂടി ഞങ്ങളുടെ ഭാവി എന്ത് എന്ന് ഭയത്തോടുകൂടി നിരീക്ഷിച്ചിരുന്ന സമയത്ത് പ്രവാചകൻ ചെയ്തത് അവർക്ക് മുഴുവനും മാപ്പ് കൊടുത്തുകൊണ്ട്, നിങ്ങളൊക്കെ, നമ്മളെല്ലാവരും സഹോദരന്മാരും സഹോദരികളുമാണ്, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അവരുടെ വീടുകളിൽ അഭയം തേടാം, നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല, നമ്മളൊക്കെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു പ്രതികാരത്തിൻ്റെ ദിവസമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ച ആ ഒരു സന്ദർഭം. അപ്പോൾ അത്യുദാരമായിട്ടുള്ള ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്ന് മാതൃകയാക്കിയ ഒരു മനുഷ്യൻ നിലക്കാണ് മുഹമ്മദിനെ എനിക്ക് കാണാൻ കഴിയുന്നത്. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പുസ്തകം വായിച്ചതിൻ്റെ ഇടയ്ക്ക് ലോകത്തിലുള്ള മഹൽ വ്യക്തികളായ 100 പേരുടെ ജീവചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ മുഴുവൻ ഹിസ്റ്ററികളും രേഖപ്പെടുത്തി അതിൽ അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പാശ്ചാത്യ എഴുത്തുകാരൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. MN കരശ്ശേരി, ഒരു കോളേജ് അധ്യാപകനായിട്ട് ചെയ്ത സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായി MN കരശ്ശേരി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. റോഡ് ടു മക്ക എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മക്കയിലേക്കുള്ള പാത എന്ന പേരിൽ അത് മലയാളത്തിൽ ലഭ്യമാണ്. ഈ പുസ്തകത്തിൽ 100 പേരുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയതിൽ പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് ലോകത്തിന് മാതൃകയാക്കിയ മനുഷ്യൻ നിന്ന് കാണിച്ചത് മുഹമ്മദ് നബിയായിരുന്നു. അയാളെ പിന്നീട് മുഹമ്മദ് അസദ് എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദ് നബീൻ്റെ ഒരു അനുയായിയായി മാറി എന്നാണ് ചരിത്രകാരന്മാർ ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഗുണവിശേഷങ്ങളുള്ള ഒരു മഹൽ വ്യക്തിയായിരുന്നു പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഈ പ്രവാചകൻ്റെ ജന്മദിനാശംസകളും നേരുന്നു. ഈ സുദിനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. താങ്ക് യു വൺസ് മോർ. താങ്ക് യു സാർ, താങ്ക് യു. റോയ് സാർ ഉണ്ടോ? ശുദ്ധോദരൻ, ഡോക്ടർ ഹരി, നസീർ. സമയം അതിക്രമിച്ചല്ലോ. എങ്കിൽ ഇന്നത്തെ വേദിയിൽ വലിയ അനുഭവ സമ്പത്തുകൾ ഉള്ളവരുടെ ഭയങ്കര വിജ്ഞാനപ്രദമായ കുറേ ആത്മഭാഷണങ്ങൾ എന്ന് പറയാവുന്നതാണ് കേട്ടതൊക്കെ. അപ്പൊ അത് ഗംഭീരായി. അപ്പൊ ഇനി ഇത്രയും വലിയ കാര്യങ്ങൾ പറയാൻ ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബാംഗ്ലൂരാണ്. എൻ്റെ പേരക്കുട്ടികളുടെ കൂടെ എങ്ങനെ ആഹ്ലാദിച്ച് ഓണം. പക്ഷേ ബാംഗ്ലൂരിലുള്ള മലയാളികളെല്ലാം നാട്ടിലേക്ക് പാഞ്ഞു പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടെ നമുക്കറിയാമല്ലോ, മലയാളി മടിയൻ, കുടിയൻ, കുടിലൻ, കുശുംബൻ എന്നൊക്കെ പറയാവുന്നവർ ഇന്നെന്താ മാതൃഭൂമി ചാനൽ കാണിച്ചു 826 കോടി രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷത്തിനേക്കാൾ 5 ഇരട്ടി കൂടുതലാണെന്ന്. കുടിക്കട്ടെ, അവരെല്ലാം നന്നായി കുടിച്ചാൽ
നമുക്ക് സൗജന്യങ്ങളായിട്ട് കിട്ടാനും ഞങ്ങൾക്ക് പെൻഷൻകാർക്ക് പെൻഷനും ബോണസും ഒക്കെ കിട്ടാൻ ഈ കുടിയന്മാരൊക്കെ സഹായിക്കുന്നതിലുള്ള സന്തോഷം. പിന്നെ ജീവനക്കാർക്കൊക്കെ ബോണസ് കിട്ടുന്നത് മുഴുവൻ ഗവൺമെൻറ് തിരിച്ചെടുക്കുകയാണ് ഇങ്ങനെ ഈ മദ്യശാലകളും വഴി. പിന്നെ നമുക്കറിയാം ഓണ ബമ്പർ ഒരുപാട് പേർക്ക് പ്രതീക്ഷ തന്നിട്ട് 30 ലക്ഷം ഓണ ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു 500 രൂപ വിലയ്ക്ക്. അപ്പോൾ ഭാവി ഒക്കെ ആകസ്മികമായിട്ട് ആകാശത്തു നിന്ന് വീഴുന്ന ഭാഗ്യമൊക്കെ കാത്തിരിക്കുന്നവരാണ് മലയാളികൾ. പക്ഷേ അതിൽ ഈ അധ്യാപക ദിനം വന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായ അധ്യാപകരെ ആദരിക്കാനൊന്നും സ്കൂളുകളിൽ കഴിഞ്ഞില്ല, എല്ലാവരും അവധി ആയതുകൊണ്ട്. അപ്പം ഞാൻ എൻ്റെ 2 സ്കൂളിലും പറഞ്ഞു തുറന്നു കഴിഞ്ഞിട്ടൊരു ആഘോഷം നമുക്ക് നടത്താമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ പക്ഷേ അതിലൊരു കാര്യമുണ്ട്, ഈ ഓണത്തിൽ ശുക്രാചാര്യൻ എന്ന് പറഞ്ഞ ഗുരു പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് മഹാബലിക്ക് ഈ പാതാളത്തിലേക്കൊക്കെ ചവിട്ടിത്താഴ്ത്തപ്പെടേണ്ടി വന്നു. പറഞ്ഞു, ഈ വന്ന ചെക്കൻ വെറും ബ്രാഹ്മണനൊന്നും അല്ല, ഇത് ആരോ ഭയങ്കര സംഭവമാണ്, നീ സൂക്ഷിച്ചിട്ടേ ദാനം പറയാവുള്ളൂ എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ ഗുരുവചനം തെറ്റിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒന്ന് സ്ഥാനഭ്രംശം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ ഈ അധ്യാപക ദിനം കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പോയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഈ 4 എണ്ണം കൂടെ ചേർന്ന് വന്നു. അപ്പോൾ അത് ഗംഭീരമായി, എല്ലാവരും അത് ആഘോഷിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം അധ്യാപകരെ സംബന്ധിച്ചത് ഇപ്പോൾ പഴയ കാലമല്ലേ, ടെക്നോളജി ബേസ്ഡ് എഡ്യൂക്കേഷൻ വന്നതുകൊണ്ട് പഴയ ആചാര്യനായിട്ടൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഫെലിസിറ്റേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഈ ടെക്നോളജി വഴി വിദ്യ നേടാൻ കഴിയുന്ന കുട്ടികളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നവരായിട്ട് റോള് മാറി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഏകാധ്യാപക വിദ്യാലയത്തിലെയോ അല്ലെങ്കിൽ പണ്ടത്തെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടെക്നോളജി മാറിപ്പോയി, അധ്യാപകൻ പോലും വേണ്ട ഇപ്പോൾ. ആ രീതിയിൽ മാറിപ്പോയപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ ആരെയും ബഹുമാനിക്കരുതെന്ന് നമ്മുടെ എല്ലാവരും പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ മാതൃകളായിട്ട് ആരെയും കാണണ്ടെന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതിൽ ഒരു പക്ഷേ സ്കൂൾ മാഷന്മാർ മാത്രമല്ല അധ്യാപകർ. എൻ്റെ അഭിപ്രായത്തിൽ നൃത്തം പഠിപ്പിക്കുന്നവർ, സംഗീതം പഠിപ്പിക്കുന്നവർ, കൃഷി പഠിപ്പിക്കുന്നവർ, അതേപോലെ തന്നെ മൃഗസംരക്ഷണം പഠിപ്പിക്കുന്നവർ, ഇവരും എല്ലാ അധ്യാപകരാണ്. കാരണം നല്ല രീതിയിൽ ആളുകളെ നന്നാക്കിയിട്ട് ഇരിക്കാൻ. എന്തായാലും നല്ലൊരു ദിവസം. അതിൽ പ്രത്യേകിച്ച് ഈ മദർ തെരേസയുടെ, അപ്പോൾ അമ്മ അല്ലെങ്കിൽ ആചാര്യൻ അല്ലെങ്കിൽ ഗുരു, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റ ദിവസമായിട്ട് വന്നതിൽ വലിയ സന്തോഷം. തീർച്ചയായിട്ടും മലയാളികളെല്ലാം കൂടെ ഓണം ആഘോഷിച്ച് തിരിച്ചു വരട്ടെ. വള്ളംകളിയും തിരുവാതിരയും പുലികളിയും വടംവലിയും ഒക്കെ. കൈത്തറിക്ക് നല്ല വിൽപ്പനയുണ്ട് കേട്ടോ, ആ പാവങ്ങൾക്ക് ഒക്കെ. കാരണം ഈ ഓഫീസുകളിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഈ സെറ്റ് മുണ്ട് ഉടുത്ത പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കരാൾക്കടയിലും ഒക്കെ ഇടിച്ചു കയറ്റമാണെന്നും പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയിട്ട് കയറാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു വന്നു. എന്തായാലും ഈ കൈത്തറിക്കൊക്കെ അല്ല ആഘോഷിക്കട്ടെ, എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, ചവിട്ടിത്താഴ്ത്തുകയോ അതോ പാതാളത്തിൽ വിടുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും ഓണം വരുമ്പോൾ വലിയ സന്തോഷവും പ്രതീക്ഷയാണ്. കാരണം പണ്ട് ഓണത്തിനാണ് ആകെ ഈ പുതിയ ഒരു ട്രൗസറും ഷർട്ടും ഒക്കെ കിട്ടിയിരുന്നത്. ബാക്കി മുഴുവൻ പഴയത് തുന്നിയിട്ടും ചന്തി കീറിയെടുത്ത് റിപ്പയർ ചെയ്ത് കൊടുത്തൊക്കെയാണ് ഇട്ടിട്ട് പോയിരുന്നതൊക്കെ. അപ്പോൾ ഓണം വരുമ്പോൾ ഓണം കഴിഞ്ഞ് തുറക്കുമ്പോൾ ഈ പുതിയ മണമുള്ള ഒരു ട്രൗസറും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഞാനിപ്പോൾ ആസ്വദിക്കുകയായിരുന്നു. പിന്നെ ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം സാർ. ഈ എൻ്റെ അച്ഛൻ വലിയ ഗാന്ധിയനും ഈ മദ്യവിരുദ്ധനും സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനും ഒക്കെ ആയിരുന്നുകൊണ്ട് ഈ ഓണത്തിന് എൻ്റെ അമ്മ എന്നെ കൊണ്ടൊരു ചെറിയ കള്ളത്തരം ചെയ്യിക്കായിരുന്നു. കാരണം അടുത്ത പറമ്പിൽ ഈ ചെത്തുന്നിടത്ത് പോയിട്ട് ചെത്തി കള്ളിറക്കുന്നിടത്ത് ഒരു പാത്രം കൊണ്ട് എൻ്റെ കയ്യിൽ 1 രൂപയും തന്ന അമ്മ അയക്കും. ഞാൻ അവിടെ ചെന്നിട്ട് ഈ ചെത്തുകാരൻ കള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് കള്ളൊഴിച്ച് തരും. ഈ ഉത്രാടത്തിന് അന്നാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് അന്ന് രാത്രിയിൽ ഈ കള്ളൊഴിച്ചൊരു അപ്പം ഉണ്ടാക്കും. അപ്പം എന്ന് തെക്കൻ ഭാഷയിൽ പറയും, പാലക്കാട് അപ്പം എന്ന് പറയും. അതിൻ്റെ ഒരു സുഗന്ധം ഉണ്ടല്ലോ, രാവിലെ ഈ വിറകടുപ്പിൽ അത് കൊതുമ്പ് കത്തിച്ച അടുപ്പിൽ ഇതിങ്ങനെ ചുട്ടെടുത്ത് മുറത്തിൽ പേപ്പർ വിരിച്ച് അതിങ്ങനെ അടിച്ചു. അപ്പോൾ ഇഷ്ടം പോലെ പെറുക്കി തിന്നാം. ബാക്കി എല്ലാ ദിവസവും ഇഡ്ഡലിയും പുട്ടുമാണ്. കാരണം 8 മക്കൾക്കും ഭർത്താവിനും ഭാര്യയ്ക്കും ഒക്കെ കൂടെ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, സിംഗിൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ ദിവസം മാത്രമേ അപ്പം കിട്ടുന്നത്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യം ഭാര്യയോട് പറഞ്ഞു, തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എനിക്ക് അപ്പം ഉണ്ടാക്കി തരണം. ഇന്ന് ബാംഗ്ലൂർ മോളോടും പറഞ്ഞു, നിങ്ങൾ എന്ത് കഴിച്ചാലും എനിക്കിത്, കാരണം അമ്മയുടെ മണം ഇങ്ങനെ ഈ അടുപ്പിലെ ആ ഒരു അതും ചീനച്ചട്ടിയിലാണ്, ഇന്നത്തെ പോലെ നോൺ സ്റ്റിക്ക് ഒന്നും അല്ല, ചീനച്ചട്ടിയിൽ ഇതിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ അതങ്ങനെ പൊന്തി അതങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ചുടാ ഞങ്ങളെല്ലാം കൂടെ കടിച്ചു പറിച്ച് തിന്നതൊക്കെ ഓർമ്മ വരും. എന്തായാലും ഇന്നത്തെ നമ്മുടെ പ്ലാറ്റ്ഫോം അതിഗംഭീരമായി. ഒരുപാട് വിജ്ഞാനങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ആങ്സൈറ്റികളും ഒക്കെ പങ്കുവെച്ചു. എന്തായാലും എല്ലാ ചങ്ങാതിമാർക്കും ഓണ ദിനം കഴിഞ്ഞുവെങ്കിലും ആശംസകൾ, അധ്യാപക ദിനാശംസകൾ, പിന്നെ ബാക്കി എല്ലാ ദിനത്തിന്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഐ കൺക്ലൂഡ്. താങ്ക് യു. ശരിക്കും ഇന്നത്തെ ദിവസം 3 പ്രോഗ്രാം കൂടെ ഒന്നിച്ചാകുമ്പോൾ പെട്ടെന്ന് തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന്
ഏറ്റവും ലെങ്തി. ഓക്കെ, ഇനി റോയ് സാറ്, നസീറ, ഹരി, ഒരു വാക്ക് ആർക്കെങ്കിലും. റോയ് സാർ പറയും. അഡ്മിറ്റ് ചെയ്യും സാർ, അഡ്മിറ്റ് ചെയ്യും. സാറേ, ഞാൻ ഇന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് കയറിയത്. അത് തന്നെയല്ല, ഇതിനിടയ്ക്ക് ഗസ്റ്റും മക്കളൊക്കെ വന്നുകൊണ്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കോടെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് വിഷ്വൽസ് മാറ്റി വെച്ച്. ഏതായാലും എല്ലാവരുടെയും കൂടുതൽ ധന്യമായ ഒത്തിരി വാർത്തകൾ എന്നിലേക്ക് വരികയും അതിലൂടെ എൻ്റെ പഴയകാല കുറേ ഓർമ്മകൾ എടുക്കാൻ സാധിച്ചു. മഹാബലിയുടെ കാര്യം പറയുമ്പോൾ പണ്ട് അസുരന്മാരും ദേവന്മാരും ഒരു അസൂയയുടെ ഭാഗമായിട്ടാണല്ലോ ഈ നല്ല മനുഷ്യനെ ഇതുപോലെ ആക്കിയെന്ന് ഞാൻ ചെറുപ്പം പോലെ കണ്ടുള്ളൂ. പക്ഷെ എത്രയായാലും ഒരു കാര്യം കറക്റ്റായ, എല്ലാവരും സന്തോഷത്തോടു കൂടി ഒത്തുകൂടുന്ന ഒരു ഭാഗം എല്ലായിടത്തും. ഇപ്പൊ മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാ ഓണാഘോഷം ഇവിടത്തെക്കാളും ഭയങ്കരമാണ് മറ്റേ വിദേശങ്ങളിൽ നിന്നാണ് പറയുന്നത്. ഏതായാലും ഇതുപോലെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ആഘോഷം ഓണമല്ലാതെ വേറെ ഇല്ല ഇപ്പോഴത്തേക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താൻ. കുറെ ഒത്തിരി കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. പിന്നെ തൊഴിലാളികളാണെങ്കിൽ ബോണസ്, മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. ഇതെല്ലാം പിടിച്ചു മേടിക്കാൻ വേണ്ടി വ്യവസായ സംരംഭകർ അതിനുള്ള വേലകൾ ഇറക്കിക്കൊണ്ടിരിക്കും. എല്ലാം കൊണ്ടും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് കാണുന്നത് എന്നുള്ളത് ഒരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. TV-യുടെ മുമ്പിലും മറ്റു ഇതിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഏതായാലും ഇത് ഒരു ആഘോഷം എന്ന നിലയിൽ എല്ലാവരും ഒത്തുകൂടാനും ഒന്നിച്ച് ആഘോഷിക്കാനുമുള്ള അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. പിന്നെ അധ്യാപക ദിനം, ഞാൻ എൻ്റെ അധ്യാപകന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം തോന്നാറുള്ളൂ. അത് തന്നെയല്ല, അവരിൽ നിന്ന് കിട്ടിയ പല കാര്യങ്ങളും എനിക്ക് ഇപ്പോഴും വളരെയധികം സന്തോഷം തോന്നുന്നതാണ്. പക്ഷേ ഇന്നത്തെ അധ്യാപക വൃത്തിയും കുട്ടികളിലുള്ള ഇതും തമ്മിൽ വരുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്. അത് തന്നെയല്ല, ഈ സ്കൂൾ അധ്യാപകൻ എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവരുടെ ശിക്ഷണത്തിലല്ലാതെ, അധ്യാപകന്മാരുടെ ശിക്ഷണത്തിലല്ലാതെ ഒരു വ്യക്തിയും ഇന്ന് വലുതായി പോയിട്ടില്ല. അപ്പോൾ എന്തുമാത്രം ഓർമ്മകൾ ഉണ്ട്. അപ്പോൾ അന്നത്തെ അധ്യാപകന്മാരെ ഇപ്പം ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ഈ അധ്യാപകന്മാരെ ആരും ഓർക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു ഇതുമില്ല. എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ അധ്യാപകന്മാരുടെ സമീപനത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും കാലം വ്യത്യാസം വന്നതിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഞാൻ ഇപ്പം ഈ വൈകിയ വേളയിൽ കഥയൊന്നും പറയുന്നില്ല, എങ്കിലും എനിക്ക് ഈ കൗൺസിലിങ്ങിൽ താല്പര്യം വന്ന ഒരു കാര്യം എൻ്റെ അനുഭവത്തിലുണ്ട്. ഞാൻ സോഷ്യൽ വർക്കിൽ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്ന അവസരത്തിൽ അവിടെ മീഡിയ ഓഫ് ഇൻസർഷൻ അന്നത്തെ കാലഘട്ടത്തിൽ 76 കാലഘട്ടം ഒക്കെ ഹിന്ദിയാണ്. അപ്പോൾ ഈ സോഷ്യൽ വർക്ക് പഠിക്കാൻ ആരും വരികയില്ല, കാരണം ബുക്സൊക്കെ ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ ഹിന്ദിയിൽ എഴുതുകയും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ മലയാളികൾ 3-4 പേരുണ്ടായിരുന്നു. അവർ ഒക്കെ ആയിട്ടാണെങ്കിലും ഈ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ ഈ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിൽ മനസ്സിലാക്കിയൊക്കെ വേണം ലോക്കലായിട്ടൊക്കെ വെക്കാൻ. അപ്പോൾ ഏതായാലും എനിക്ക് റിമാൻഡ് ഹോമിൽ പോസ്റ്റിംഗ് കിട്ടി. അവിടെ നിന്നൊരു റിപ്പോർട്ട് അയച്ചതിന് എനിക്ക് A+ കിട്ടി. എൻ്റെ കോപ്പി അടിച്ച ഒരു ഹിന്ദിക്കാരൻ, അവന് അങ്ങ് വന്നിട്ടൊന്നുമില്ല, കോപ്പി അടിക്കുകയായിരുന്നു. അവന് A+ കിട്ടി, എനിക്ക് Aയും കിട്ടി. എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി. കാരണം ഈ വാദ്യാർ പാർഷ്യാലിറ്റി കാണിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അത് ഹിന്ദിക്കാരനായിരുന്നു. എങ്കിലും ഞാനത് എനിക്ക് അടുപ്പമുള്ള ഒരു മലയാളിയായ വാദ്യകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു ഭയങ്കര. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, റോയിക്ക് ഏതാ ഗ്രേഡ് കിട്ടി? A+. മറ്റവന് A കിട്ടി. മറ്റവൻ A+ കിട്ടി എന്ന് അറിയുമ്പോഴല്ലേ നിനക്ക് പ്രയാസം വരുന്നത്. നിനക്ക് അർഹമായ A കിട്ടിയെന്ന് നിനക്ക് ധരിച്ചാൽ പറ്റും. സാറേ, അതല്ല, എൻ്റെ കോപ്പി അടിച്ചാൽ അവൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു, അതേ, നീ ഏത് ഭാഷയിലാണ് എഴുതുന്നത്? ഇംഗ്ലീഷിൽ. അവരേത് ഭാഷയിൽ എഴുതുന്നത്? ഹിന്ദിയിൽ. അപ്പോൾ കാര്യം ഏത് കോപ്പി അടിച്ചത് എന്തായി കഴിഞ്ഞാൽ അവൻ മാതൃഭാഷയിൽ എഴുതിയപ്പോൾ കൂടുതൽ ഇമ്പ്രസീവായി. നീ ഇംഗ്ലീഷിൽ എഴുതി, നിന്റെ ഭാഷയല്ലല്ലോ, അതുകൊണ്ട് വന്ന വ്യത്യാസമാണ് എന്ന് പറയുമ്പോൾ എന്നിലുണ്ടായ ആ ഒരു ഇത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കാരണം അത് റീസണബിളായിട്ട് നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ
ഒത്തിരി ആശ്വാസം കിട്ടി ഈ കാര്യത്തിൽ. മറ്റേ ഞാൻ ഇപ്പോഴും ഗ്രീവൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നിന്നുമാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ വക പ്രസൻറ്റേഷൻ ചില സിറ്റുവേഷനിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ ആശ്വാസം എന്താണെന്ന് ഞാൻ എൻജോയ് ചെയ്തതാണ്. ഇത് തന്നെയാണ് കൗൺസിലിങ്ങിൻ്റെ ഒരു ഭാഗമെന്ന് ഞാനത് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ അടുത്തത് നബിദിനം. നബിദിനം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷേ അതിൽ കുറേയൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുകരണങ്ങളും അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടുള്ള ചില പ്രവൃത്തികളും ഒക്കെ ഇന്നും വളരെയധികം പുതുമയോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ മദർ തെരേസയുടെ അദ്ദേഹവും അവരും ഈ സമൂഹത്തിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവരെ ഓർക്കുമ്പോഴും സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വേണം മറ്റുള്ളവരെ വേണ്ടി പ്രവർത്തിക്കാൻ എന്നൊക്കെ തരുന്ന കുറേ ഓർമ്മകളുണ്ട്. അങ്ങനെ നല്ല കുറേ ഓർമ്മകളോടുകൂടിയുള്ള ഈ ഒരു ദിനം മറ്റു കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും എല്ലാവരുടെയും പ്രസൻറ്റേഷനും ഒക്കെ എനിക്ക് വളരെയധികം ഇത് തോന്നി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു. ഓക്കെ, ഇനി വേറെ ആരും പറയാനുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് പറയൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണെങ്കിലും 4 ദിവസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വളരെ സന്തോഷകരമായ അനുഭവം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകളും എല്ലാം നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. Good night, sir.